ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. मुझे आज सुबह बोला गया कि आप लोग आएंगे चर्च में, मिलना है करके बताया. എന്നോട് പറഞ്ഞു ഇന്ന് ചർച്ചിൽ വരും, കാണണം. बहुत खुश हुआ आप लोग देख करके. നിങ്ങളെ കണ്ടിട്ടെങ്കിൽ വളരെ സന്തോഷമായി. आप लोग खुश है ना? നിങ്ങളും ഹാപ്പി ആണല്ലോ? we heard a wonderful message. ഞാനൊരു നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട വേർഡ് നാം കേട്ടിരിക്കുകയാണ്. I wanted to hear more from the pastor. मैं ज़्यादा पास से सुनना चाहता हूँ. लेकिन പക്ഷേ क्योंकि मैं आज बहुत दिन के बाद आया हूँ, ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം വന്നതുകൊണ്ട് इसलिए मुझे बोलना पड़ेगा. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറയേണ്ടി വരും. मैं बॉम्बे में आया था एक मीटिंग के लिए. ഞാൻ ബോംബെയിൽ വന്നത് ഒരു മീറ്റിംഗിന് വേണ്ടിയാണ്. लेकिन संडे को मैं फ्री था. സൺഡേ ഞാൻ ഫ്രീ ആയിരുന്നു. तो लेकिन मुझे वापस आना जरूरी था. പക്ഷേ എനിക്ക് മടങ്ങി പോകാൻ അത്യാവശ്യമായിരുന്നു. लेकिन मुझे यहाँ पे आना बहुत मन था. പക്ഷേ ഇവിടെ വരുവാൻ എനിക്ക് ഭയങ്കര तो ആഗ്രഹമായിരുന്നു. मैंने वहाँ पे बोला कि मैं आज यहाँ पर आकर के ही वापस आऊँगा. ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ വന്നിട്ടേ ഞാൻ മടങ്ങി വരത്തുള്ളൂ. मैंने बोला एक हफ्ते के लिए आप लोग एडजस्ट कर लीजिए. ഒരാഴ്ചയ്ക്ക് വേണ്ടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളുക. मुझे बहुत दिन हो गए यहाँ पे आकर के. ഇവിടെ വന്നിട്ട് ഒരുപാട് നാളുകളായി. बॉम्बे में जब भी मैं आता हूँ, ഞാൻ ബോംബെയിൽ എപ്പം വന്നാലും ये मेरा चर्च है. ഇത് എന്റെ ചർച്ചാണ്. तो मेरा हम आपका परिवार के हम एक भाग है. ഒരു കുടുംബം പോലെയാണ്, കുടുംബത്തിന്റെ ഭാഗമാണ്. हम सब लोग आपसे बहुत प्यार करते हैं. ഞങ്ങളും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. बहुत आपके लिए प्रार्थना करते हैं. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. स्पेशली मेरे फादर बहुत प्रार्थना करते हैं. വിശേഷാൽ എന്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് वो പ്രാർത്ഥിക്കുന്നുണ്ട്. सुबह उठ करके बहुत प्रार्थना करते हैं. രാവിലെ എണീറ്റ് ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. मुझे मालूम है कि हमारा परमेश्वर जल्दी आने वाले हैं. യേശു വേഗം വരാറായി. एक लास्ट टाइम में हम आ चुके हैं. നാം ആ എൻഡ് പീരിയഡിലേക്ക് എത്തിയിരിക്കുകയാണ്. लेकिन हम लोग खुश नहीं है ना? പക്ഷെ നമുക്ക് അത് സന്തോഷമില്ല. प्रभु यीशु का आगमन बहुत करीब हो चुका है. യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. लेकिन उतने हम खुश नहीं है. പക്ഷെ നമുക്ക് സന്തോഷമില്ല. क्योंकि हमारे जीवन में बहुत सारा काम बचा हुआ है. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടക്കുകയാണ്. लेकिन प्रभु यीशु मसीह चाहते हैं कि आप तैयार हो जाइए. പക്ഷേ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. बहुत सुंदर वचन सुने हम लोग आज. ഏറ്റവും സുന്ദരമായ ഒരു വചനം നാം കേട്ടു. നേരത്തെ ശമൂവേൽ എടുത്ത് പറഞ്ഞ വിഷയങ്ങളും പാസ്റ്റർ എല്ലാം എന്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. जो सैमुअल ने पहले लिया वो वचन और पास ने जो वचन है सब कुछ मेरे मैसेज से संबंधित है. ശമൂവേൽ പറഞ്ഞ റെഫറൻസ് എന്റെ വചനത്തിലുണ്ട്, പാസ്റ്റർ റെഫറൻസ് എന്റെ വചനത്തിലുണ്ട്. सैमुअल ने जो रेफरेंस कहा वो मेरे संदेश में, पास ने जो कहा वो मेरे संदेश के अंदर है. പാസ്റ്റർ ഇടയ്ക്ക് പറഞ്ഞ വിഷയം അതിനകത്ത് കിടപ്പുണ്ട്. पास ने एक बीच में जो बोला गया वो मेरे संदेश के अंदर है. ദൈവം എല്ലാം അറിയുന്നു കേട്ടോ. परमेश्वर सब जानता है. അപ്പം ദൈവം ഭയങ്കര സ്നേഹമുള്ള ദൈവമാണ്. परमेश्वर बहुत प्रेम रखने वाला परमेश्वर है. ചർച്ചല്ല ഈ ചർച്ച ഇപ്പം मैंने വളർന്നു. उस दिन देखा वो चर्च नहीं, अभी कलीसिया बढ़ चुकी है. എനിക്ക് പകുതി പേരെ ആരും അറിയത്തില്ല. मैं आधे लोगों को नहीं जानता हूँ. ये बहुत अच्छी बात है. ഇത് നല്ല കാര്യമാണ്. ये बहुत अच्छी बात है. ഇത് നല്ല കാര്യമാണ്. church should must grow. ചർച്ച് വളരണം. ആമേൻ. ചർച്ച് മൾട്ടിപ്ലൈ ആകണം കേട്ടോ. ചർച്ച് വർദ്ധിക്കണം. ആമേൻ. അഭിഷേകം പ്രാപിച്ചവരെ ദൈവത്തെ ഉയർത്തുമ്പോൾ ചർച്ച് വർദ്ധിക്കും. अभिषेकम जो प्राप्त किया है उन लोग जो बढ़ते हैं तो कलीसिया बढ़ती जाती है. പിന്നെ എനിക്ക് one thing I am very happy about is the angel. एक बात से मैं बहुत खुश हूँ एंजल से. ഞാൻ എങ്ങനെ പറഞ്ഞാലും പുള്ളിക്കാരി അത് അനുവാദം ചെയ്യും. मैं कुछ भी बोलूँ तो वो उसका ट्रांसलेट कर लेती है. മലയാളം ആയാലും കുഴപ്പമില്ല, ഹിന്ദി ആയാലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് she will do it. मलयालम आने हिंदी हो तो जो भी हो तो वो कर लेगी. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. इसलिए मैं बहुत खुश हूँ आज. आमीन. May God speak to you. परमेश्वर आपसे बात करने पाए. हमारे चर्च के इनॉग्रेशन में यहाँ से कुछ लोग आए थे. ഞങ്ങളുടെ ചർച്ച് ഇനോഗ്രേഷൻ ഇവിടുന്ന് ചിലർ കടന്നു വന്നിരുന്നു. हम सब बहुत खुश हुए. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി. हमारे छोटे से चर्च में आप लोग आए. ഞങ്ങളുടെ ചെറിയ സഭയിൽ നിങ്ങൾ കടന്നു വന്നു. हम पास्टर से मिले थे ट्रिवांड्रम में उस समय. പാസ്റ്റർ നാം കണ്ടത് ട്രിവാൻഡ്രത്തിൽ വെച്ച് കണ്ടായിരുന്നു. तो मैंने बोला पास्टर मेरे चर्च में स्पीकर और माइक नहीं है. പാസ്റ്റർ എന്റെ സഭയിൽ സ്പീക്കർ മൈക്ക് ഒന്നുമില്ല. पास्टर बोले मैं ही स्पीकर और मैं ही माइक हूँ. പാസ്റ്റർ പറഞ്ഞു ഞാൻ തന്നെയാണ് സ്പീക്കർ, ഞാൻ തന്നെയാണ് മൈക്കും. मुझे अभी भी याद है उस समय जब हम पास्टर से मिले थे अगस्त में, लास्ट ईयर अगस्त में हम मिले थे ट्रिवांड्रम में. ലാസ്റ്റ് ഇയർ ഓഗസ്റ്റ് ട്രിവാൻഡ്രത്തിൽ വെച്ച് കണ്ടപ്പോൾ हम साथ में घर में रहे थे. നാം ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു. तो पास्टर ने बोला कि आप मत घबराइए, हम लोग आएंगे. പാസ്റ്റർ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ കടന്നു വരും. दिसंबर में हमारा इनॉग्रेशन था. ഡിസംബറിൽ ഇനോഗ്രേഷൻ ആയിരുന്നു. अगस्त 8 को सितंबर 8 को हमारे चर्च का फर्स्ट संडे था. സെപ്റ്റംബർ 8 ഞങ്ങളുടെ ചർച്ചിലെ ആദ്യത്തെ സഭയായിരുന്നു, സൺഡേ ആയിരുന്നു. उस 2 महीने के अंदर हमको बहुत चीज खरीदना था. ആ 2 മാസം ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. लेकिन हमारे पास कोई पैसा नहीं था. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. हमको एक बहुत बड़ा हॉल मिल गया. ഒരു വലിയൊരു ഹാൾ നമുക്ക് കിട്ടി. लेकिन रेंट के लिए पैसा नहीं था. പക്ഷെ വാടക കൊടുക്കുവാൻ പൈസ ഇല്ലായിരുന്നു. एडवांस के लिए पैसा नहीं था. അഡ്വാൻസ് കൊടുക്കുവാൻ പൈസ ഇല്ലായിരുന്നു. मैंने बोला मुझे हॉल नहीं चाहिए. ഞാൻ പറഞ്ഞു കർത്താവേ എനിക്ക് ഹാൾ വേണ്ട. लेकिन ओनर ने बोला तुमको हॉल लेना पड़ेगा. ഓണർ പറഞ്ഞു നിങ്ങൾ ഹാൾ എടുത്തേ പറ്റൂ. मैंने बोला मुझे हॉल नहीं चाहिए मुझे. ഞാൻ പറഞ്ഞു എനിക്ക് ഹാൾ വേണ്ട. ओनर ने बोला पास्टर को हॉल लेना पड़ेगा. ഓണർ പറഞ്ഞു പാസ്റ്റർ എനിക്ക് ഹാൾ എടുത്തേ പറ്റൂ. वो एक कैथोलिक इंसान था. അതൊരു കാത്തലിക് വ്യക്തിയായിരുന്നു. बहुत अच्छा आदमी है वो. ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു. बोला पास्टर
പറഞ്ഞു പാസ്റ്ററെ इस बिल्डिंग के पीछे में एक पीजी है, ഈ ബിൽഡിങ്ങിന്റെ പിറകിൽ ഒരു PG ഉണ്ട്. वहाँ पे एक लड़के ने आत्महत्या किया है. അവിടെ ഒരു ചെറുക്കൻ ആത്മഹത്യ ചെയ്തു. आप चर्च स्टार्ट करो, നിങ്ങൾ ചർച്ച ആരംഭിച്ചാട്ടെ. ये सब वहाँ पे आएंगे. ഈ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ കടന്നു വരും. जब उन्होंने ये बोला, ആ വ്യക്തി ഇത് പറഞ്ഞപ്പോൾ तब मेरा दिल में प्रभु ने कार्य किया. എന്റെ ഉള്ളിൽ ദൈവം പ്രവർത്തിച്ചു. बड़ा रेंट है वहाँ पे, വലിയ റേഞ്ച് ഉണ്ട് അവിടെ. बहुत रेंट किराया बहुत ज्यादा है. അവിടെ റേറ്റ് കൂടുതലാ, റെന്റ് കൂടുതലാ. लेकिन मेरे पॉकेट में पैसा कुछ भी नहीं है. പക്ഷെ എന്റെ പോക്കറ്റിൽ പൈസ ഒന്നുമില്ല. मैं बोला कैसे करूँगा? ഞാൻ പറഞ്ഞു എങ്ങനെ സംഭവിക്കും? तो मेरे चर्च में उस समय 3 परिवार था. എന്റെ സഭയിൽ 3 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. मेरा परिवार और 2 और परिवार. എന്റെ കുടുംബവും പിന്നെ വേറെ 2 കുടുംബങ്ങളും. मैंने उनसे बोला एक अच्छा हॉल मिला है. ഞാൻ അവരോട് പറഞ്ഞു നല്ല ഒരു ഹോൾ കിട്ടിയിട്ടുണ്ട്. घर के एकदम पास में ही है. വീട്ടിന്റെ ഏറ്റവും അടുത്ത് തന്നെയാണ്. लेकिन रेंट इतना है. പക്ഷെ റെന്റ് ഇത്രയാണ്. उन सबका चेहरा उतर गया. എല്ലാവരുടെയും മുഖം വാടി. मैंने बोला अगर प्रभु की इच्छा है तो ഞാൻ പറഞ്ഞു ദൈവത്തിന് ആഗ്രഹമുണ്ട് എങ്കിൽ प्रभु हमको ये देंगे. ദൈവം നമുക്ക് ഇത് തരും. मैंने I put a condition before God. परमेश्वर सामने मैंने एक वाचा रख दिया. मैंने बोला I will not tell anyone about a requirement. मैंने कहा कि परमेश्वर मैं किसी चिंता आपकी जरूरतों के बारे में मैं चिंता नहीं करूंगा. मैं घुटने पे आऊंगा, ഞാൻ മുട്ടിന്മേൽ വരും, प्रार्थना करूंगा, ഞാൻ പ്രാർത്ഥിക്കും. I'll come on my knees and I'll pray to God. मैं घुटने में आकर परमेश्वर से प्रार्थना करने अगर लगा. प्रभु की इच्छा है तो ദൈവത്തിന് ആഗ്രഹമുണ്ട് എങ്കിൽ God will give me the hall. परमेश्वर मुझे वो हॉल देगा. तो मेरे ओनर ने, जो चर्च के ओनर, उन्होंने बोला ആ ഓണർ എന്നോട് പറഞ്ഞു एडवांस मनी 3 लाख रुपए. അഡ്വാൻസ് 3 ലക്ഷം രൂപയാ. वहाँ बहुत कम में हुआ एक्चुअली, അത് ഒത്തിരി കുറവാണ് അവിടുത്തെ. लेकिन मेरे लिए बहुत ज्यादा है. പക്ഷെ എനിക്ക് അത് ഒത്തിരി വലുതായിരുന്നു. मैंने बोला ठीक है कोई बात नहीं. ഞാൻ പറഞ്ഞു ഓക്കേ കുഴപ്പമില്ല. मैं नेक्स्ट डे वहाँ से आया. ഞാൻ അവിടെ നിന്ന് കടന്നു വന്നു. वो बोले अरे पास्टर कैसे? ചോദിച്ചു പാസ്റ്റർ സുഖമാണോ? एक्चुअली मैं स्कूटर पे था. I wanted to run away from him. मैं भागने की कोशिश कर रहा था. ഞാൻ സ്കൂട്ടിൽ വെച്ച് അവിടെ ഓടി പോകുവാൻ ശ്രമിക്കുകയായിരുന്നു. तो बाहर बोले पास्टर आप रुकिए, कैसे हैं आप? പാസ്റ്റർ നിന്നാട്ടെ, പാസ്റ്റർ സുഖമാണോ എന്ന് ചോദിച്ചു. How much can you give me advance money? എത്ര അഡ്വാൻസ് നിങ്ങൾക്ക് തരുവാൻ പറ്റും എന്ന് ചോദിച്ചു. मैंने बोला आप जो बोलेंगे मैं दूंगा. നിങ്ങൾ എത്ര പറയുവോ ഞാൻ അത്രയും തരാം. मेरे पॉकेट में कितना है? എന്റെ പോക്കറ്റിൽ എത്രയുണ്ട്? कुछ भी नहीं है. ഒന്നുമില്ലായിരുന്നു. मैंने बोला आप जो बोलेंगे तो बहुत कम है ऑलरेडी. वो कुछ वो खुद बना रहे हैं अपने पैसे के लिए, मैं क्यों उसको मैं कम करूं? ഞാൻ ഒത്തിരി കുറവായിരുന്നു ഓൾറെഡി അവർ ചോദിച്ചത്, പിന്നെ ഞാൻ വീണ്ടും എങ്ങനെ ചോദിക്കും? उन्होंने बोला पास्टर आप एक बात बताइए, आपके पास कितना सपोर्ट आता है बाहर से? പാസ്റ്റർ നിങ്ങളുടെ കയ്യിൽ സപ്പോർട്ട് എത്ര വരുന്നത് പുറത്തു നിന്ന്? मैंने बोला कुछ भी नहीं आता है. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വരാറില്ല എന്ന് പറഞ്ഞു. बोला how much can you give me? എത്രമാത്രം എനിക്ക് തരുവാൻ പറ്റും എന്ന് ചോദിച്ചു. मैंने बोला जितना भी आपको चाहिए अब मैं दे दूंगा. എത്രമാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രയും ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. बोला नहीं ऐसा नहीं होगा. അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. How much can you give me? आप मुझे कितना दे सकते हो ऐसा पूछा. तो मैंने बोला मेरे हाथ में अभी कुछ भी नहीं है. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, लेकिन मैं आपको दूंगा. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരും. तो उन्होंने बोला नहीं पास्टर आप जो बोलेंगे वो फाइनल अमाउंट. എന്നോട് പറഞ്ഞു പാസ്റ്റർ എത്ര അമൗണ്ട് പറയോ അതാണ് ഫൈനൽ അമൗണ്ട്. मैंने बोला मैं नहीं बोलूंगा. ഞാൻ പറഞ്ഞു ഞാൻ പറയത്തില്ല. ये आपका हॉल है आप बोलेंगे. ഇത് നിങ്ങളുടെ ഹോളാ, നിങ്ങൾ പറയണം. बोल नहीं पास्टर आप जो बोलेंगे वो लास्ट अमाउंट है. ഇല്ല പാസ്റ്റർ നിങ്ങൾ എന്ത് അമൗണ്ട് പറയോ അതാണ് ഫൈനൽ അമൗണ്ട് तो എന്ന് मेरे मन പറഞ്ഞു. में 2 लाख बोलते हैं. എന്റെ മനസ്സിൽ വന്ന് 2 ലക്ഷം പറഞ്ഞാലോ. क्योंकि उन्होंने 3 बोला, मेरे मन में 2 लाख बोलते हैं. അവർ 3 ലക്ഷം പറഞ്ഞു, ഞാൻ ഓർത്തു 2 ലക്ഷം പറഞ്ഞാലോ എന്ന് ഓർത്തു. प्रभु की आत्मा ने बोला तुम चुप रहो. ദൈവാത്മ പറഞ്ഞു നീ മിണ്ടാതിരിക്കുക. तो मैंने बोला आप जो बोलिए वो फाइनल. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ പറയുന്നത് അത് तो ഫൈനൽ. उन्होंने बोला ठीक है पास्टर 1.5 लाख. ആ പുള്ളി എന്നോട് 1.5 ലാഖിന് ഫൈനൽ ചെയ്തു. हमने प्रार्थना किए. നമ്മൾ പ്രാർത്ഥിച്ചു. 3 दिन के अंदर 3 ദിവസത്തിന്റെ ഉള്ളിൽ प्रभु का बहुत बड़ा अद्भुत कार्य हुआ. ദൈവത്തിന്റെ വൻ പ്രവൃത്തി നടന്നു. एक बॉम्बे से भी एक अमाउंट मेरे घर पे आया. ബോംബെയിൽ നിന്നും ഒരു അമൗണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. एक बहुत बड़ा अद्भुत कार्य हुआ. വലിയൊരു അത്ഭുതമായ പ്രവൃത്തി നടന്നു. अब मेरे चर्च में स्पीकर नहीं है, माइक नहीं है, कुछ भी नहीं है. എന്റെ ചർച്ചിൽ സ്പീക്കർ ഇല്ല, മൈക്ക് ഇല്ല, ഒന്നുമില്ലായിരുന്നു. तो हमको मेरे पास हाथ में 2 महीना है. 2 മാസം മാത്രമേ ഇനിയുള്ളൂ. मैं अब क्या करूं? ഞാൻ എന്ത് ചെയ്യും? हमको इन्वर्टर खरीदना है. इन्वर्टर खरीदना है, बैटरी, ഇൻവെർട്ടർ വാങ്ങിക്കണം, टीवी स्क्रीन खरीदना है, ടിവി സ്ക്രീൻ വാങ്ങിക്കണം, स्पीकर्स खरीदना है, സ്പീക്കർ വാങ്ങിക്കണം, मॉनिटर खरीदना है, മോണിറ്റർ माइक വാങ്ങിക്കണം, खरीदना है, इंस्ट्रूमेंट्स खरीदना है. कहां से पैसा आएगा? മൈക്ക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വാങ്ങിക്കണം. പൈസ എവിടെ നിന്ന് വരും? लेकिन हमने एक काम किया. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ചെയ്തു. हम घुटने पे आकर प्रार्थना की. ഞങ്ങൾ മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. मालूम है क्या हुआ? എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? आप लोगों के इनॉग्रेशन में आने के पहले നിങ്ങൾ ഇനോഗ്രേഷന് വരുന്നതിന് മുൻപ് कम से कम 20 लाख रुपए मेरे पास आया. ആമേൻ ആമേൻ 20 ലക്ഷം രൂപ എന്റെ കയ്യിൽ വന്നു. कम से कम 20 लाख मेरे पास में आया. 20 ലക്ഷം രൂപ എന്റെ കയ്യിൽ हम വന്നു. लोग चर्च में सब कुछ किया. എന്റെ സഭയിൽ എല്ലാം വാങ്ങിച്ചു, सब कुछ किया. എല്ലാം വാങ്ങിച്ചു. सबसे बेस्ट हम लोगों ने किया. ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ ചെയ്തു. जब लोग चर्च में आए तो സഭയിൽ കടന്നു വന്നപ്പോൾ लोग बोले कैसे हो गया? അവർ ചോദിച്ചു ഇത് എങ്ങനെ സംഭവിച്ചു? मैं बोला मुझे नहीं मालूम ഞാൻ कैसे പറഞ്ഞു हुआ. എനിക്ക് അറിയത്തില്ല എങ്ങനെ സംഭവിച്ചു. लेकिन इनॉग्रेशन के पिछले 1 दिन पहले ഇനോഗ്രേഷന് ഒരു ദിവസം മുൻപ് मैं चर्च के अंदर हॉल में गया. ഞാൻ ഹാളിന്റെ അകത്ത് പോയി. मैं टीवी को ऑन करके एक अच्छा क्रिश्चियन म्यूजिक में लगाया. ഞാൻ ടിവി ഓൺ ചെയ്ത് ക്രിസ്ത്യൻ മ്യൂസിക് പ്ലേ ചെയ്തു. मैंने फुल वॉल्यूम पे उसे लगा दिया. ഞാൻ
ഞാൻ ഫുൾ വോള്യൂമിൽ ഇട്ടു. मैं डोर लॉक किया. ഞാൻ ഡോർ ലോക്ക് ചെയ്തു. मैंने उस चटाई पे मैं गिर के प्रार्थना किया. ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. मैं वहां पर गिर गया. ഞാൻ അവിടെ വീണു. मैंने बहुत रोया. ഞാൻ ഒരുപാട് കരഞ്ഞു. मैं बहुत रोया. ഞാൻ ഒരുപാട് കരഞ്ഞു. I cried to God. ഞാൻ കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞു. I don't know what to do. എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം. मैं बहुत रोया. ഞാൻ ഒരുപാട് കരഞ്ഞു. मैं इतना कभी नहीं रोया लाइफ में. ഞാൻ അതുപോലെ ഒരിക്കലും കരഞ്ഞിട്ടില്ല. मुझे मालूम है, मुझे लगा कि मैं इतना कैसे रोया. എനിക്ക് അറിയത്തില്ല ഞാൻ അത്രമാത്രം എങ്ങനെ കരഞ്ഞു എന്ന്. जब मैं उठा, ഞാൻ എണീറ്റപ്പോൾ मैंने कहा पूरा फ्लोर में पूरा आंसू पड़ा हुआ है. അവിടെ മൊത്തവും കണ്ണുനീർ ഇങ്ങനെ കിടക്കുകയായിരുന്നു. I don't know, मैंने कहा पूरा ऐसा आंसू पड़ा हुआ है. എനിക്ക് അറിയത്തില്ല, പക്ഷെ ആ ഏരിയ മൊത്തം കണ്ണുനീർ കൊണ്ട് കിടക്കുകയായിരുന്നു. मेरा आंख पूरा सूज गया. എന്റെ കണ്ണ് മൊത്തവും വിങ്ങി. जब मैं घर पहुंचा, ഞാൻ വീട്ടിലെത്തിയപ്പോൾ मेरी बेटी ने पूछा हमसे, मेरे മകൾ വന്ന് ചോദിച്ചു, डाडा यहाँ पे क्या हो गया? ഡാഡാ ഇവിടെ എന്തോ പറ്റി? मैंने बोला क्या हो गया? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? जब मैं देखा तो वो जो चटाई था उसका पूरा छाप मेरे यहाँ पड़ गया. ആ പായിന്റെ അടയാളം മൊത്തം ഇവിടെ വന്നിരുന്നു. मैं बहुत रोया. ഞാൻ ഒരുപാട് കരഞ്ഞു. लेकिन रोने के बाद मेरे अंदर बहुत शांति आई. പക്ഷെ കരഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര സമാധാനം प्रभु यीशु വന്നു. ने मेरा बोझ उठा लिया. യേശു हालेलुया. എന്റെ ഭാരം ഏറ്റെടുത്തു. जब प्रभु यीशु के लिए आप रोते हैं, യേശുവിന് മുമ്പിൽ നിങ്ങൾ കരഞ്ഞാൽ प्रभु यीशु आपके लिए अद्भुत कार्य करेगा. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. प्रभु यीशु हमारे पिता है. യേശു നമ്മുടെ आमीन. പിതാവാകുന്നു. वो आपके लिए अद्भुत कार्य करेंगे. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. मेरा प्रार्थना इस चर्च के लिए है. എന്റെ പ്രാർത്ഥന ഈ സഭയ്ക്ക് വേണ്ടിയാ. जो प्रार्थना करता हूँ मैं अपने लिए है. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. वो मैं प्रार्थना आपके लिए भी कर रहा हूँ. ആ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയും कि ചെയ്യാറുണ്ട്. 10 लाख लोग इस चर्च में आने के लिए प्रार्थना करता हूँ. 10 ലക്ഷം ജനം ഈ സഭയിൽ കടന്നു വരുവാൻ പ്രാർത്ഥിക്കുകയാണ്. 10 लाख बहुत कम नंबर है. 10 ലക്ഷം ഒരു ചെറിയ നമ്പറാ. बॉम्बे का आबादी कितना है? മുംബൈയിൽ മൊത്തം എത്രയുണ്ട്? 27 मिलियन ना? 27 മില്യൺ. लगभग 270 लाख यहाँ का आबादी है. 2.7 लाख ഇവിടുത്തെ ജനം. 270 lakhs. 270 लाख. उस 270 lakhs में 10 लाख बहुत कम नंबर है. ആ 270 ലാക്സിൽ 10 वो ലക്ഷം मेरा ഒത്തിരി ചെറിയ वो मेरा നമ്പറാ. विश्वास का कमी है मेरा. അതിന്റെ വിശ്വാസത്തിന്റെ लेकिन കുറവാണ്. I'm praying for the number in my church. പക്ഷെ ഞാൻ എന്റെ സഭയിൽ ഒരു നമ്പർ വെച്ച് मैं പ്രാർത്ഥിക്കുന്നുണ്ട്. प्रार्थना कर रहा हूँ कि यहाँ पर भी वही हो. ഇവിടെയും അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Don't pray for 1,000. 1000 വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. Don't pray for 10,000. നിങ്ങൾ 10,000 വേണ്ടി പ്രാർത്ഥിക്കണ്ട. प्रार्थना करो 10 लाख के लिए. आप 10 लाखിന് വേണ്ടി പ്രാർത്ഥിക്കുക. 10 ലക്ഷത്തിന് വേണ്ടി God പ്രാർത്ഥിക്കുക. will honor your faith. ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ഓണർ ചെയ്യും. Hallelujah. Hallelujah. आमीन. मुझे बहुत आनंद है यहाँ पर आकर. എനിക്ക് ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. आमीन. साक्ष्य उत्तर പറയാനുണ്ട്. गवाही बोलने के लिए बहुत है. लेकिन वचन की ओर हमको आना अच्छा मुझे इच्छा है. പക്ഷേ വചനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. वचन के अंदर पर हम पढ़ते हैं व्यवस्था के बारे में. വചനത്തിലുള്ള വ്യവസ്ഥയെ പറ്റി പഠിക്കുന്നു. आमीन. व्यवस्था के बारे में हम जब पढ़ते हैं तो വ്യവസ്ഥയെ പറ്റി നാം പഠിക്കുമ്പോൾ हमको पुराना नियम याद आता है. പഴയ നിയമം നമുക്ക് ഓർമ്മ വരും. आमीन. हम पढ़ते हैं യോഹന്നാൻ पहले अध्याय में നാം പഠിക്കുന്നു യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 1:17. 1:17. हम खोलेंगे യോഹന്നാൻ पहला अध्याय उसका वर्स 17 पढ़ेंगे. John 1st chapter 17 verse. वहां पे हम पढ़ते हैं അവിടെ ഇങ്ങനെ വായിക്കുകയാണ്. इसलिए कि व्यवस्था तो मूसा के द्वारा दी गई ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. परंतु अनुग्रह और सच्चाई यीशु मसीह के द्वारा पहुंची. കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. യോഹന്നാൻ के कलीसिया के अंदर യോഹന്നാൻ സഭയുടെ ഉള്ളിൽ हमें उस कलीसिया के अंदर बहुत सारे लोग अभी भी मूसा के व्यवस्था के अधीन थे. ആ സഭയുടെ ഉള്ളിൽ ഇപ്പോഴും ഒരുപാട് പേര് മോശയുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു. और इसलिए उनसे बोल रहे हैं അതുകൊണ്ട് അവരോട് പറയുകയാണ്, कि प्रभु यीशु के द्वारा सच्चाई और अनुग्रह आ रहा है. യേശുവിലൂടെയാണ് ആ കൃപയും സത്യവും വന്നിരിക്കുന്നത്. हमें अनुग्रह क्या होता है? കൃപ എന്ന് വെച്ചാൽ എന്താ? अनुग्रह मतलब प्रभु का ग्रेस करुणा. ആ ഗ്രേസ് അല്ലെങ്കിൽ കൃപ എന്ന് വെച്ചാൽ കരുണ വെച്ചാൽ हम परमेश्वर का व्यवस्था के जो अधीन है നാം വ്യവസ്ഥയിൽ കീഴായിരിക്കുന്നവർ. हमें उनसे बोल रहे तुम बाहर आ जाओ. അവരോട് പറയാ, നിങ്ങൾ ആ ന്യായപ്രമാണത്തിൽ നിന്ന് പുറത്തു വരിക. प्रभु यीशु के द्वारा अनुग्रह और सच्चाई आता है. യേശുവിലൂടെയാണ് ആ കൃപയും സത്യവും വരുന്നത്. हम पढ़ते हैं उसके आगे അത് മുന്നോട്ട് നാം വായിച്ചാൽ वहां पर एक पुरुष नथानिएल. അവിടെ ഒരു പുരുഷൻ നഥാനിയേൽ. प्रभु यीशु मसीह उसके बारे में क्या बोल रहे हैं? യേശു അവനെ പറ്റി എന്ത് പറയുകയാ? कि इसमें कोई कपट नहीं है. അവൻ ഒരു കപടവുമില്ല. हम पढ़ेंगे उसका 45 से. അത് 45 മുതൽ വായിക്കാം. वहां पर क्या लिखा हुआ है? അവിടെ എന്ത് എഴുതിയിരിക്കുകയാ? फिलिप्पोस उससे बोलता है. ഫിലിപ്പോസ് അവനോട് പറയുകയാ, बोलता है जिसका वर्णन हम पढ़ते हैं व्यवस्था में उसके बारे में उसको हमने देख लिया है. നാം ന്യായപ്രമാണത്തിൽ മോശയുടെ പ്രമാണത്തിൽ കണ്ടിരിക്കുന്നത് നാം എഴുതിയിരിക്കുന്നത് കണ്ടിരിക്കുന്നു. वो उठकर आता है प्रभु यीशु से मिलने के लिए. അത് എണീറ്റ് വരികയാണ് യേശുവിനെ കാണേണ്ടതിന്. प्रभु यीशु से क्या बोलता है? യേശുവോട് എന്ത് പറയുക? हम पढ़ेंगे उसका 48 में 48 നമുക്ക് वहां पे വായിക്കാം. प्रभु यीशु बोलते हैं അവിടെ യേശു കർത്താവ് പറയുക, इससे कि पहले फिलिप्पोस ने तुझे बुलाया ഫിലിപ്പോസിനെ വിളിക്കുന്നതിന് മുൻപ് തന്നെ जब तू अंजीर के पेड़
के तले था നീ അത്തിയുടെ വൃക്ഷത്തിന്റെ കീഴിലായിരുന്നപ്പോൾ തന്നെ मैं तुमको देखा था। ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. उसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താ? उसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താ? अंजीर का पेड़ दिखाता है व्यवस्था को। അത്തിയുടെ വൃക്ഷം കാണിക്കുന്നത് ന്യായപ്രമാണത്തെയാണ്. You were under the law. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നപ്പോൾ You തന്നെ were under the law. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നപ്പോൾ That തന്നെ time I saw you. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ കണ്ടു. अबन जैसे ही इसने ये बोला, ഇത് പറഞ്ഞതിന് ശേഷം अबन उसने इन पे विश्वास किया। അവൻ അത് വിശ്വസിച്ചു. देखिए तुम व्यवस्था के अधीन थे, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. लेकिन अभी तूने मुझे देख लिया है। പക്ഷെ ഇപ്പോൾ നീ എന്നെ കണ്ടിരിക്കുന്നു. मेरा एक नाम है, എനിക്കൊരു നാമമുണ്ട്. वो नाम है अनुग्रह और सच्चाई। ആ നാമത്തിന്റെ പേരാകുന്നു സത്യവും കരുണയും. आमिन। नथानिएल ने उसको ग्रहण किया। നെഥാനിൽ അത് റിസീവ് ചെയ്തു. आमिन। वहां बैठा नहीं रहा, वो वहां से उठ करके आया। അവിടെ തന്നെ ഇരുന്നില്ല, അവൻ അവിടെ എണീറ്റ് വന്നു. He chose to rise up उसने उठने का चुन लिया because he saw the grace of God. क्योंकि उसने परमेश्वर की अनुग्रह को देख लिया. He saw the might of God. Hallelujah. उसने परमेश्वर की सामर्थ को देख लिया. लेकिन हम पढ़ते हैं कि इंसान के बारे में ഇവിടെ ഒരു വ്യക്തിയെ പറ്റി നാം കാണുന്നു. who was under the law. वो अभी भी व्यवस्था के अधीन है. वो हम पढ़ते हैं यूहन्ना 5 में। ये जॉन चैप्टर 5 वो एक अच्छा कहानी है। അത് നല്ലൊരു കഥയാണ്. We heard from Samuel also about the man by the pool. നാം ശമൂവേലിൽ നിന്നും അത് കേൾക്കാനിടയായി. हम पढ़ेंगे उसके 1 से पढ़ेंगे। ഒന്നാം വാക്യം മുതൽ വായിക്കാം. Can somebody help me in reading that? हाँ, यहूदियों का एक पर्व हुआ। हाँ, आगे पढ़िए। हाँ, यस। यस, आगे। यस, 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 यस। यस, यीशु ने उससे कहा, टेक अप योर बेड एंड वॉक। യേശു അവനോട് എഴുന്നേറ്റു നിന്റെ കിടക്ക എടുത്തു നടക്കുക എന്ന് പറഞ്ഞു. उसका एक दोबारा पढ़ेंगे, एक और दो दोबारा पढ़ेंगे। यस, हाँ। यरूशलेम के भेड़ फाटक के पास, യെരൂശലേമിലെ ആട്ടുവാതിൽക്കൽ पढ़िए, एक कुंड है। देखिए, यरूशलेम एक वेल प्लान्ड नगरी है। യെരൂശലേം ഒരു പ്ലാൻഡ് സിറ്റിയാണ്. यरूशलेम एक वेल प्लान्ड नगरी है। യെരൂശലേം ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റിയാണ്. बॉम्बे के जैसा नहीं है। ബോംബെ പോലെ അല്ല, हाँ, एक वेल प्लान्ड है। അത് പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റിയാണ്. वहां पर एक फाटक, उसका नाम है भेड़ फाटक। അവിടെ ഒരു ഫാട്ടക് ഉണ്ട്, അതിന്റെ പേരാകുന്നു ആട്ടുവാതിൽ. वहां पे बहुत फाटक है। അവിടെ ഒരുപാട് വാതിലുണ്ട്. वाटर गेट, വെള്ളത്തിന്റെ വാതിൽ, फाउंटेन गेट, ഫൗണ്ടൻ ഗേറ്റ്, फिश गेट, മീനുകളുടെ വാതിൽ, ईस्ट गेट, ഈസ്റ്റ് ഗേറ്റ്, मार्केट गेट, മാർക്കറ്റ് ഗേറ്റ്, ऑल्सो शीप गेट। അങ്ങനെ ഷീപ്പ് ഗേറ്റ്. वहां पे एक फाटक है भेड़ फाटक। അവിടെ ഒരു വാതിലായിരുന്നു ये ആട്ടുവാതിൽക്കൽ. भेड़ फाटक क्या है? ഈ ആട്ടുവാതിൽക്കൽ എന്താ? परमेश्वर के आलय में ദൈവത്തിന്റെ ആലയത്തിൽ भेड़ चढ़ाने के लिए जो भेड़ को लेके आते हैं, वहां से लेके आते हैं। ദൈവത്തിന്റെ ആലയത്തിൽ അർപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ആടുകളെ അവിടെ നിന്നായിരുന്നു കൊണ്ടുവരുന്നത്. हम अपने पापों के लिए जो भेड़ को लेके आते हैं, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ആടിനെ वो लेके आते हैं भेड़ फाटक में അതിനെ से। കൊണ്ടുവരുന്നത് ആ ആട്ടുവാതിൽക്കൽ കൂടിയായിരുന്നു. उस फाटक के पास में एक कुंड था, ആ വാതിലിന്റെ അടുത്ത് ഒരു കിണറുണ്ടായിരുന്നു. नाम था बेथेस्दा। അതിന്റെ പേരായിരുന്നു ബെഥസ്ത. नाम क्या? बेथेस्दा। ബെഥസ്ത. उसका अर्थ क्या है बहन? അതിന്റെ അർത്ഥം എന്തായിരുന്നു? उसका अर्थ क्या है मेरे भाई? അതിന്റെ അർത്ഥം എന്താ? मतलब है हाउस ऑफ ग्रेस।
അനുഗ്രഹത്തിന്റെ കൃപയുടെ ഭവനം. अनुग्रह का भवन उसका नाम है. കൃപയുടെ ഭവനം എന്നായിരുന്നു അതിന്റെ It is പേര്. called the house of mercy. അതിനെ വിളിച്ചിരുന്ന പേര് കൃപയുടെ ഭവനം आमीन. എന്നായിരുന്നു. अनुग्रह का फाटक उसका अर्थ बनता है. കൃപയുടെ വാതിൽ എന്നതിന്റെ പേരിനർത്ഥം. अब दो चीज हमने सीखा अभी. രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കി. It's a sheep gate. അതൊരു ആടുവാതിൽക്കലാണ്. The place is called Bethesda. അത് ദൈവത്തിന്റെ കൃപ എന്നറിയപ്പെടുന്ന ബെഥസ്ത उसका കുളം. नाम का अर्थ भले ही उसका नाम है अनुग्रह का फाटक, അതിന്റെ അർത്ഥത്തിൽ അനുഗ്രഹത്തിന്റെ വാതിൽ എന്നായിരുന്നു എങ്കിലും लेकिन वहां पर अभी जो हो रहा है उसमें उतना अनुग्रह नहीं है. ഇപ്പൊ അവിടെ സംഭവിക്കുന്ന ഒന്നും അവിടെ അനുഗ്രഹമല്ല. वहां पर एक इंसान है, उसका अवस्था बहुत बुरा है. അവിടെ ഒരു വ്യക്തിയുണ്ട്, അവന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. Since 38 years he is invalid. 38 വർഷമായി അവൻ ആ കുളക്കരയിൽ He കിടക്കുകയാണ്. cannot walk. അവൻ നടക്കുവാൻ He സാധിക്കുന്നില്ല. cannot move. അവന് അനങ്ങുവാൻ സാധിക്കുന്നില്ല. उसका शरीर हिलता नहीं क्योंकि वो पैरालाइज्ड है. അവന്റെ ശരീരം അനങ്ങത്തില്ല, കാരണം അവൻ പാരലൈസ്ഡ് ആയിരുന്നു. एक साल नहीं हुआ, ഒരു വർഷമല്ല, 38 साल हो गया. 38 വർഷം वो उधर ही बैठा കഴിഞ്ഞിരിക്കുന്നു. हुआ है. അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. हिस्टोरियंस बोलते हैं ऐसा ചരിത്രം പറയുന്നത് कि शायद वो मरने के लास्ट स्टेज पे था. അവന്റെ മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയിരുന്നു. वो अपना आशा खो दिया था. അവന്റെ ഹോപ്പ് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നു. उसको हेल्प करने वाला कोई भी नहीं है. കാരണം അവനെ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. वहां पर एक कुंड है. അവിടെ ഒരു കുളമുണ്ട്. उस कुंड को दूध आके हिलाता है. ആ കുളത്തിൽ ഒരു സ്വർഗ്ദൂതൻ വന്നിറങ്ങും. जो उसमें पहले उतरता है അതിന് ഇളക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന वो മനുഷ്യൻ चंगा होता है. അവന് സൗഖ്യം പ്രാപിക്കും. शायद वो अंधा हो, അത് അവൻ शायद കുരുടനായാലും वो बहरा हो, അവനത് ചെകിടനായാലും शायद वो गूंगा हो. അവൻ സംസാരിക്കാത്തവനായാലും रैंक 1 ഊമനായാലും को ही मिलता है एडमिशन. ഒരെണ്ണത്തിന് മാത്രമേ അവിടെ അഡ്മിഷൻ ഉള്ളൂ. रैंक 1 को ही मिलता है एडमिशन. റാങ്ക് 1 പ്രാപിക്കുന്നവന് മാത്രമേ ഉള്ളൂ അഡ്മിഷൻ. नाम क्या है उसका? പേരെന്തുവാ അവിടുത്തെ? अनुग्रह का भवन. അനുഗ്രഹത്തിന്റെ ഭവനം. नाम क्या है उसका? പേരെന്തുവാ? The house of grace. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ लेकिन ഭവനം. एक प्रॉब्लम है वहां पे. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. वो प्रॉब्लम क्या है? ആ പ്രശ്നം എന്തുവാ? कि वहां पे रैंक 1 को एडमिशन मिलता है. അവിടെ റാങ്ക് 1 മാത്രമേ അവിടെ അനുഗ്രഹം ലഭിക്കത്തുള്ളൂ. हम सुनते थे पहले ग्रेस मार्क्स ना, कभी ग्रेस मार्क നാം ഗ്രേസ് മാർക്സ് കേട്ടിട്ടുണ്ടോ? भैया बोल रहे हम तो सुने ही सुने हैं, है ना? है ना? आमीन, पास आमीन। करवाते थे, പാസ് ആക്കി വിടുന്ന മാർക്സ്. पास करवाते थे. പാസ് ആക്കിച്ചു വിടുന്ന ഒരു മാർക്സ്. लेकिन एक फर्स्ट रैंक वाला भी होता है. പക്ഷെ ഫസ്റ്റ് റാങ്ക് ഉള്ള ഒരു വ്യക്തിയുമുണ്ട്. उसको हर जगह फर्स्ट एडमिशन मिलता है. അവിടെ എല്ലായിടത്തും ഫസ്റ്റ് അഡ്മിഷൻ ആ റാങ്ക് 1 ഉള്ള വ്യക്തിക്ക് കിട്ടാനുണ്ടാവും. उसको ग्रेस नहीं चाहिए. അവന് ഗ്രേസിന്റെ ആവശ്യമില്ല. वो फर्स्ट रैंक पे है. അവന് ഓൾറെഡി ഫസ്റ്റ് റാങ്ക് ആണ്. लेकिन यहाँ पर एक कुंड है പക്ഷെ ഇവിടെ ഒരു കുളമുണ്ട്. उसका नाम है बेथेस्दा. जगह का नाम बेथेस्दा. പേരാണ് ബെഥെസ്ദ. वहां पर एक इंसान बैठा हुआ है. അവിടെ ഒരു വ്യക്തി ഇരിക്കുകയാ. 38 years से उसका चटाई वही चटाई है. 38 വർഷങ്ങളായിട്ട് ആ സെയിം പാ തന്നെയാണ്. वही चटाई. അതേ സെയിം കിടക്ക. वहां पूरा गंदा कर दिया वो. അവിടെ എല്ലാം അവൻ അഴുക്കാക്കിയിട്ടിരിക്കുകയാണ്. पानी पीता है, വെള്ളം കുടിക്കും, चाहे चाय पीता होगा, ചായ കുടിക്കുമായിരിക്കും, कुछ खाता होगा. ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കുമായിരിക്കും. उसका गंदगी पूरा फैला होगा. അതിന് അഴുക്കെല്ലാം അവിടെ തന്നെ കിടക്കുകയാണ്. 38 साल से फटे कपड़े में बैठा हुआ है. 38 വർഷങ്ങളായി ആ കീറിയ വസ്ത്രവുമായി അവൻ അവിടെ തന്നെ കിടക്കുകയാണ്. जैसे ही प्रभु दूध आके उसको हिलाता है, ഈ സ്വർഗ്ഗദൂതൻ വന്ന് അത് കുളം ഇളക്കുമ്പോൾ उसके मन में है मुझे पहुंचना है. അവന്റെ മനസ്സിലുണ്ട് എനിക്ക് എത്തണം. He wants to reach first. वो पहुंचना चाहता है. लेकिन कोई अंधा उसमें कूदता है, പക്ഷേ ഏതെങ്കിലും അന്ധനായ മനുഷ്യൻ ചാടും, कोई गूंगा उसमें कूदता है. ഊമനായ മനുഷ്യൻ ചാടും. ये थक के हार गया. ഇവൻ അത് മടുത്തുപോയി തോറ്റുപോയിരിക്കുകയാണ്. അവൻ മടുത്തുപോയി തോറ്റുപോയിരിക്കുകയാണ്. वो सोचता होगा शायद അവൻ ചിലപ്പം कि ചിന്തിക്കുന്നുണ്ടായിരിക്കാം, मेरे पिता के कारण उनका पाप का एक श्राप मेरे ऊपर आया है. എന്റെ പിതാവിന്റെ ശ്രാപം എന്റെ മുകളിൽ उसके വന്നിരിക്കുകയാണ്. मन में शायद आता होगा, അവന്റെ മനസ്സിൽ ചിന്ത വന്നു കാണും, अगर मैं एक भेड़ खरीद पाता, भेड़ एक गोट, राइट? ഞാനൊരു ആട്. ആടായിരുന്നുവെങ്കിൽ, मैं आड़ खरीद पाता तो ഞാനൊരു ആടിനെ വാങ്ങിക്കുവാൻ പറ്റിയിരുന്നുവെങ്കിൽ I could have offered a sacrifice ഞാൻ ഒരു ബലി അർപ്പിക്കാമായിരുന്നു मेरे पाप के लिए. എന്റെ പാപത്തിനു വേണ്ടി. लेकिन पैसा नहीं है. പക്ഷെ പൈസ ഇല്ല. पैसा कहाँ से आएगा? പൈസ എവിടെ നിന്ന് വരും? बहुत सोच विचार के बाद उसके जीवन के अंत में वो पड़ा हुआ है. ഒരുപാട് ചിന്തിച്ചതിന് ശേഷം അവന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അവൻ കിടക്കുകയാ. जब वहाँ पड़ा हुआ था, അവൻ അവിടെ കിടന്നപ്പോൾ शीप गेट बोले तो भेड़ का फाटक. ആട്ടുവാതിക്കൽ എന്ന് പറഞ്ഞാൽ ആടിന് പ്രവേശിക്കാനുള്ള ഒരു വാതിൽ. उस शीप गेट से कोई चल के आ रहा है. ആ ആടിന്റെ വാതിൽ നിന്ന് ആരോ നടന്നു വരികയാണ്. उनका नाम है प्रभु यीशु. അവന്റെ നാമമാകുന്ന കർത്താവായ യേശു. प्रभु यीशु उस गेट से अंदर आकर के उसे पूछते हैं, കർത്താവായ യേശു അതിന്റെ ഉള്ളിൽ കടന്നു വന്ന് അവനോട് ചോദിക്കുകയാ, Do you want to be healed? क्या तू चंगा होना चाहता है? Do you want to be healed? क्या तुम चंगा होना चाहता है? സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? क्या तू चंगा होना चाहता है? അവൻ ആഗ്രഹം ഉണ്ടല്ലോ.
क्या उसको मन तो है, പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിലും പോസിബിലിറ്റി ഇല്ല കേട്ടോ. उसको मन तो है लेकिन संभव साध्यता नहीं है. ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ട്. हमारी इच्छाएं तो हमें बहुत है, പക്ഷെ പല ആഗ്രഹങ്ങളും നമുക്കറിയാൻ സംഭവിക്കത്തില്ല. लेकिन बहुत सारी इच्छाएं हम जानते कि ये संभव नहीं हो കാരണം सकता. ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞതാ, लेकिन बहुत प्रार्थना कर चुकी है, ഒത്തിരി ഫാസ്റ്റിംഗ് കഴിഞ്ഞതാ, बहुत उपवास कर चुका പക്ഷെ है, അതിന് പോസിബിലിറ്റി എല്ലാം കഴിഞ്ഞു. लेकिन सारी संभवता जो होनी थी सब कुछ खत्म हो चुका. इंसान ऐसा बोल रहा है, वो व्यक्ति इങ്ങനെ പറയുകയാ, जब कुंड हिलता है ഈ കുളം ഇളക്കുമ്പോൾ मुझे उसमें डालने के लिए कोई भी नहीं है. എന്നെ അതിലേക്ക് ഇടുവാൻ ആരുമില്ല. प्रभु यीशु से एक ही बात बोला, യേശു ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, राइज अप एंड वॉक. उठ खड़ा हो और चल. राइज अप एंड वॉक. उठ कर चल. प्रभु यीशु मसीह कौन है? यीशु कर्ता वारा. प्रभु यीशु मसीह ही इज अ लैम्ब ऑफ गॉड. यीशु मसीह जो है वो परमेश्वर का भेड़ है. जब बहुत सारे मेमने को वहां पर आना है, बहुत सारे मेमने को उस भीतर से आना है, ഒരുപാട് ആടുകൾ ആ വാതിൽ നിന്ന് കടന്നു വരുവാനുണ്ട്. उसके उसके उसको अलग कर हटा करके അതിനെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് प्रभु का मेमना वहां पर पहुंचता है. കർത്താവിന്റെ ആട് അവിടെ കടന്നു വരികയാണ്. वहां पे प्रभु का मेमना पहुंचता है. കർത്താവിന്റെ ആട് അവിടെ കടന്നു വരികയാണ്. He comes for this man. അവിടെ ഈ വ്യക്തിക്ക് വേണ്ടി യേശു കർത്താവ് കടന്നു He comes വരികയാണ്. for this man. ഈ വ്യക്തിക്ക് വേണ്ടി യേശു കർത്താവ് കടന്നു വരികയാണ്. इनका एक नाम है, ഇവനൊരു നാമമുണ്ട്. इनका नाम है अनुग्रह. കൃപ എന്നാകുന്നു നാമം. आमीन. अनुग्रह के भवन में अनुग्रह खुद ही आ रहा है. അനുഗ്രഹത്തിന്റെ ഭവനത്തിൽ അനുഗ്രഹം സ്വയമായി നടന്നു വരികയാണ്. आमीन. कारण उसमें क्या है കാരണം എന്താ? कि बाकी सब फर्स्ट रैंक वाले पहले पहुंच रहे हैं, क्योंकि ആദ്യം ഫസ്റ്റ് റാങ്ക് ആണ് ആദ്യം എത്തുന്നത്. लेकिन लास्ट वालों को कोई देख ही नहीं रहा. അവസാനം കിടക്കുന്നവനെ ആരും കാണുന്നില്ല. लेकिन लास्ट वाले को देखने के लिए, പക്ഷെ അവസാനം കിടക്കുന്നവനെ കാണേണ്ടതിന്, उससे बात करने के लिए, അവനോട് आमीन, സംസാരിക്കേണ്ടതിന് यीशु उसके लिए खुद, യേശു അവന് വേണ്ടി സ്വയമായി, आमीन, अनुग्रह खुद, അനുഗ്രഹം സ്വയമായി, आमीन, अनुग्रह के भवन में हमें एंटर कर रहा है. അനുഗ്രഹത്തിന്റെ ഭവനത്തിലേക്ക് കയറി വരികയാണ്. नाम है अनुग्रह का भवन, നാമമാണ് അനുഗ്രഹത്തിന്റെ the ഭവനം. house of grace, അനുഗ്രഹത്തിന്റെ the ഭവനം, house of mercy. കരുണാ की ഭവൻ. लेकिन उस मर्सी में मर्सी नहीं है, പക്ഷേ ആ ഭവനത്തിന്റെ ഉള്ളിൽ ഇപ്പോൾ കരുണ ഇല്ല. उस अनुग्रह में अनुग्रह नहीं है. ആ അനുഗ്രഹത്തിന്റെ ഉള്ളിൽ ഇപ്പോൾ അനുഗ്രഹമില്ല. और यीशु अभी अनुग्रह का नाम अनुग्रह है, यीशु का नाम. ആ യേശുവിന്റെ നാമം അനുഗ്രഹം और എന്നാകുന്നു. यीशु अनुग्रह खुद आ रहे आपके पास, യേശു എന്ന അനുഗ്രഹം സ്വയമായി ഇറങ്ങി വരികയാണ്. क्योंकि उनको मालूम है कि you will not be able to do it. കാരണം അവൻ അറിയാം നിങ്ങളെ കൊണ്ട് അത് ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന്. आप में सामर्थ्य नहीं, उनको मालूम है. നമ്മളിൽ ആ ശക്തി ഇല്ല എന്ന് കർത്താവിന് അറിയാം. और इसलिए वो आ रहे हैं अपने अनुग्रह से आपके पास. അതുകൊണ്ട് അവൻ അനുഗ്രഹമായി അവൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരികയാണ്. अनुग्रह आपसे एक बात बोल रहे हैं. അനുഗ്രഹം നിങ്ങളൊരു കാര്യം പറയുകയാ. तू जहाँ बैठा हुआ है अभी, നീ എവിടാണോ ഇപ്പോൾ ഇരിക്കുന്നത്, I mean, take up your mat, अपनी खाट उठा. take up your mess you have made, तू जो गंदा वहां पर कर कर रखा है अपनी खाट उठा and start to walk. और चल फिर. वहाँ पे क्या लिखा हुआ है? അവിടെ എന്ത് എഴുതിയിരിക്കുകയാ? Immediately, तुरंत ही, immediately, तुरंत ही the man got up and began to walk. वो मनुष्य उठा और चलने फिरने लगा. आमीन. उसमें एक सामर्थ्य है अनुग्रह में. ആ അനുഗ്രഹത്തിൽ ഒരു ശക്തിയുണ്ട്. अनुग्रह में बहुत सामर्थ्य मेरे भाई. അനുഗ്രഹത്തിൽ വളരെ ശക്തിയുണ്ട്. जब अनुग्रह आपके ऊपर आता है, അനുഗ്രഹം നിങ്ങളുടെ മുകളിൽ കയറി വരുമ്പോൾ कितना भी पुराना क्यों ना हो जाए, എത്ര പഴയതായാലും 38 साल क्यों ना हो जाए, 38 വർഷമായാലും एक क्षण में, ഒരു ക്ഷണത്തിൽ, एक क्षण में ഒരു ക്ഷണത്തിൽ आपकी अवस्था को, നിങ്ങളുടെ അവസ്ഥയെ, आपके पुरानी बातों को നിങ്ങളുടെ പഴയ അവസ്ഥകളെ प्रभु यीशु बदलेगा. യേശു കർത്താവ് അതിനെ മാറ്റും. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. उनमें ये सामर्थ्य है. അതിൽ അനുഗ്രഹത്തിൽ ആ ശക്തിയുണ്ട്. पास्टर ने पहले बोला था, പാസ്റ്റർ പറഞ്ഞതുപോലെ we have heard about our forefathers, हमने सुना है अपने पुरनियों के बारे we have में, heard about our former church, हम अपने पुराने कलीसियों के बारे में सुना है. लेकिन अभी हम नहीं देख रहे हैं. പക്ഷേ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നില്ല. ऐसा क्यों हो रहा है भाई? അതെന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു? क्योंकि अनुग्रह हमारे आलय में नहीं है. കാരണം അനുഗ്രഹം നമ്മുടെ ആലയത്തിൽ ഇല്ല. अनुग्रह हमारे आलय में नहीं है. അനുഗ്രഹം നമ്മുടെ ആലയത്തിൽ ഇല്ല. उसका अर्थ क्या? यीशु हमारे भीतर नहीं है. അതിന്റെ അർത്ഥം എന്താ? യേശു നമ്മുടെ ഉള്ളിൽ ഇല്ല. हमारा आलय ये है, तो हमारा आलय है. നമ്മുടെ ആലയം ഇതാകുന്നു, നമ്മുടെ आपका ശരീരമാകുന്നു. शरीर प्रभु का आलय है. നിങ്ങളുടെ ശരീരം കർത്താവിന്റെ आपके ആലയമാകുന്നു. शरीर प्रभु यीशु अनुग्रह को अंदर आना पड़ेगा. നിങ്ങളുടെ ആലയത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ യേശു കർത്താവ് പ്രവേശിക്കണം. शरीर के द्वार को खोलो. ശരീരത്തിന്റെ വാതിലുകളെ തുറന്നാട്ടെ. यीशु आपके लिए अंदर आ रहे हैं. യേശു നിങ്ങൾക്ക് വേണ്ടി ഉള്ളിൽ കയറി आमीन. വരട്ടെ. Who is he? ആരാവൻ? वो प्रभु का मेमना है. അവരെ ദൈവത്തിന്റെ ആ He കുഞ്ഞാടാകുന്നു. is a lamb of God. वो परमेश्वर का मेमना है. आमीन. आपके पापों के लिए वो खुद चल करके आ रहे हैं.
हालेलुया। Hallelujah. पाप के लिए भेंट चढ़ाने के लिए शायद आपके पास एक मेमना नहीं है। പാപത്തിന് വേണ്ടി ഒരു ബലി അർപ്പിക്കുവാൻ നിങ്ങളുടെ പക്കൽ ചിലപ്പോൾ ആടില്ലായിരിക്കാം. तो यीशु बोल रहे हैं मत डरो, യേശുവേ നിങ്ങൾ ഭയപ്പെടേണ്ട, बोल रहे हैं तुम मत डरो, നിങ്ങൾ ഭയപ്പെടേണ്ട. I am coming on my own। ഞാൻ സ്വയമേ ഇറങ്ങി വരികയാ, मैं तुम्हारे लिए खुद ही आ रहा हूँ। ഞാൻ സ്വയമേ ഇറങ്ങി വരികയാ. I'm telling you, आपका अवस्था जैसा भी है, നിങ്ങളുടെ അവസ്ഥ എങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, the word is immediately। വചൻ തുरंत काम करता है. the वचन है immediately, खाओ immediately। തുरंत है. वो तुरंत प्रभु आपको घुमाएगा। അവൻ അപ്പോൾ തന്നെ നിങ്ങളെ മാറ്റാനിടയാകും. About turn। നിങ്ങൾ ഒരു പിറകോട്ട് തിരിയുന്ന കംപ്ലീറ്റ് ടേൺ എടുക്കണം. Hallelujah। Hallelujah. I heard a story by Dinagaran uncle, like he spoke in YouTube। ദിനകർ അങ്കിളുടെ ഒരു സ്റ്റോറി യൂട്യൂബിൽ ഞാൻ കേട്ടു. वो बोल रहे थे, ആ പുള്ളി ഇങ്ങനെ പറയുകയായിരുന്നു, there was a man called Srinivas। ഒരു വ്യക്തിയുടെ പേരായിരുന്നു ശ്രീനിവാസ്. He was a big time gunda। वो एक समय गुंडा था. This man would always persecute others। ये जो दूसरों को तंग करने वाला था. एक बार का बात ऐसा है, ഒരു വട്ടം ഇങ്ങനെ സംഭവിച്ചു. एक प्रभु के दास उसके पास में आते हैं ഒരു ദേവദാസൻ ഈ വ്യക്തിയുടെ അടുക്കൽ കടന്നു വന്നു. और उनसे यीशु के बारे में शेयर करते हैं। യേശുവിനെ പറ്റി ഷെയർ ചെയ്യാൻ തുടങ്ങി. पता उसने क्या किया? അവൻ എന്ത് ചെയ്തു? जो शराब वो पी रहे थे, ആ കുടിച്ചുകൊണ്ടിരുന്ന കള്ളുക്കുപ്പി, वो शराब पास्टर के मुंह में डाल दिया। അത് ആ കള്ള് അവന്റെ തലയിൽ ഇടാനിടയായി. पास्टर के मुंह में डाल दिया। പാസ്റ്ററിന്റെ വായിൽ ഇടുവാനിടയായി. पास्टर वहां से चले गए। പാസ്റ്റർ അവിടുന്ന് പോയി. कुछ दिनों के बाद അല്പസമയത്തിന് ശേഷം उनका किडनी फेल हो गया इंसान का। ആ വ്യക്തിയുടെ കിഡ്നി ഫെയിൽ ആയി പോയി. His body began to stink very അവന്റെ badly। ബോഡി നാറ്റം എടുക്കുവാൻ തുടങ്ങി. जो भी उसके पास में बहुत बदबू आता है, ആരൊക്കെ അവന്റെ അടുക്കൽ വരുവോ നാറുവാൻ തുടങ്ങി. उसका बॉडी पूरा सड़ने लगा। അവന്റെ ബോഡി അഴുകുവാൻ തുടങ്ങി. डिप्रेशन हो गया। ഡിപ്രഷനായി. उसको भी आत्महत्या करने का मन है। ആത്മഹത്യ ചെയ്യുവാനുള്ള ആഗ്രഹത്തിലെത്തി. He told his 4 friends, അവൻ 4 കൂട്ടുകാരോട് പറഞ്ഞു, I want to go to Marina Beach। എനിക്ക് മറീന ബീച്ചിൽ പോണം. Take me on my bed എന്റെ ബെഡോടെ എന്നെ എടുത്തു കൊണ്ടുപോകണം. and put me in the Marina Beach। എന്നിട്ട് മറീന ബീച്ചിൽ വെക്കണം. I want to go to the sea and die। ആ സമുദ്രത്തിൽ പോയി എനിക്ക് മരിക്കണം. मुझे मरने का इच्छा है। എനിക്ക് മരിക്കുവാൻ ആഗ്രഹമായി. उसके 4 दोस्त उसको उठा के ले गए। 4 കൂട്ടർ അവൻ എടുത്തു കൊണ്ടുപോയി. मरीना बीच में डाल दिया उसको। മറീന ബീച്ചിൽ അവൻ ഇട്ടു. जब वहां पड़ा हुआ था, അവിടെ അവൻ കിടന്നപ്പോൾ 1 किलोमीटर दूर उसने एक झुंड देखा। 1 കിലോമീറ്റർ ദൂരെ അവനൊരു കൂട്ടായ്മ കണ്ടു, ഒരു കൂട്ടം കണ്ടു. पास्टर का मीटिंग वहां पे हो रहा था। പാസ്റ്റർ മീറ്റിംഗ് അവിടെ നടക്കുകയായിരുന്നു. तो दिनकर अंकल ने बोला, ദിനകർ അങ്കിൾ ഇങ്ങനെ പറഞ്ഞു, he did not know this man was there on the Marina Beach। ഈ വ്യക്തിക്ക് അറിയത്തില്ലായിരുന്നു, പാസ്റ്ററിന് അറിയത്തില്ലായിരുന്നു ആ വ്യക്തി ഇപ്പൊ മറീന ബീച്ചിൽ കിടക്കുകയായിരുന്നു. उन्होंने ऐसा बोला, ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, श्रीनिवास, ശ്രീനിവാസ്, हे श्रीनिवास, ശ്രീനിവാസേ, तुम अभी जहां पर भी हो, നീ ഇപ്പോൾ എവിടെയാണ് എങ്കിലും rise up and walk। उठ और चल फिर. खड़े हो, आमीन, चलो, आमीन, हालेलुया। आमीन, आमीन, Praise the हालेलुया. Lord. और ये എണീറ്റ് सुना, ये सुना। നടക്കുക. അത് അവൻ കേട്ടു. वो बोला, ये क्या बोल रहे हैं? ഇതെന്തുവാ പറയുന്നത്? 1 किलोमीटर दूर से आवाज आ रहा है, 1 കിലോമീറ്റർ ദൂരെ നിന്ന് ശബ്ദം വരികയാ. श्रीनिवास, rise up and walk। ഹേ ശ്രീനിവാസ്, उठ और चल फिर. He tried to get up, खड़ा नहीं हो അവൻ पाया। എണീക്കുവാൻ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. पास्टर ने दोबारा बोला, പാസ്റ്റർ വീണ്ടും പറഞ്ഞു, श्रीनिवास, on your right hand ഹേ ശ്രീനിവാസ്, നിന്റെ റൈറ്റ് ഹാൻഡിനെ you have പിടിച്ച് inscribed the name of a political leader। അവിടെ ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. You have to get up right now। നീ ഇപ്പൊ തന്നെ അവിടെ നിന്ന് എണീക്കുക. वो तुरंत जान लगा के खड़ा हुआ। അവൻ ശക്തിയോടെ അവൻ എണീക്കുവാൻ वो ശ്രമിച്ചു. मरीना बीच में भागा। മറീന ബീച്ചിൽ അവൻ ഓടി. He ran to the meeting। അവൻ ആ Hallelujah। മീറ്റിംഗിലേക്ക് ഓടി. And he came forward and gave his life to Jesus Christ। അവൻ മുമ്പിൽ കടന്നു വന്ന് യേശുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ചു. This happened in 1978। ഇത് 1978 നടന്ന ഒരു He's still a സംഭവമാണ്. minister of God। അവൻ ഇപ്പോഴും ദൈവത്തിന്റെ ഒരു ദേവദാസനാ. What happened there? പിന്നെ എന്ത് സംഭവിച്ചു? I mean, अनुग्रह उसके ऊपर आया। അനുഗ്രഹം അവന്റെ മേൽ കയറി വന്നു. जब अनुग्रह आपके ऊपर आता है, അനുഗ്രഹം നിങ്ങളുടെ മുകളിൽ വന്നാൽ तुरंत അപ്പോൾ തന്നെ a big transformation। വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. एक महीना पहले ഒരു മാസത്തിന് മുൻപ് हमारे बैंगलोर में एक कहानी हुआ। ഞങ്ങളുടെ ബാംഗ്ലൂർ ഒരു സംഭവം ഉണ്ടായി. I was called for a Orissa meeting। ഞാൻ Orissa वालों के बीच में। ഒറീസ മീറ്റിംഗിന് എന്നെ വിളിച്ചിരുന്നു. वहाँ सब ओडिया वाले बैठे हुए थे। അവിടെ എല്ലാം ഒഡിയക്കാർ वहाँ पर ഇരിക്കുകയായിരുന്നു. एक फैमिली मेरे पास में आया। അവിടെ ഒരു ഫാമിലി എന്റെ അടുക്കൽ കടന്നു വന്നു. पत्नी आलपुरा की है, पति ओडिशा का है। വൈഫ് ആലപ്പുഴ, ഹസ്ബൻഡ് ഒറീസയിലെ I put a വ്യക്തിയാണ്. photo on WhatsApp। बेटी का नाम है इवांका। മകളുടെ പേര് ഇവാൻക. इवांका के दोनों पैर में जीवन नहीं है। 2 കാലിനും ജീവനില്ല. उसे खड़ा करते हो तो गिर जाती है। എണീറ്റ് നിർത്തിയാൽ വീണു പോകും. तो मेरे पास में लेके आके എന്റെ അടുക്കൽ കൊണ്ടുവന്നു. मैं उसका से हाथ में उठा के खड़ा किया। ഞാനിങ്ങനെ കരം കൊണ്ട് എടുത്ത് ഇങ്ങനെ നിർത്തുവാൻ ശ്രമിച്ചു. वो वहाँ से गिर गई। അവള് വീണു. मैं उसको उठाया, ഞാൻ അവളെ വീണ്ടും എടുത്തു. मैं प्रार्थना किया, ഞാൻ പ്രാർത്ഥിച്ചു, God heal her legs। കർത്താവേ അവളുടെ കാലുകളെ സൗഖ്യം വരുത്തുമാറാകണമേ. I went back home। ഞാൻ തിരിച്ചു വീട്ടിൽ പോയി. मैं विषय भूल गया पूरा। ഞാൻ ഇത് മറന്നുപോയി. 2 हफ्ते का मुझे I get a message from the family। 2 ആഴ്ചയ്ക്ക് ശേഷം ആ ഫാമിലി
നിന്നൊരു മെസ്സേജ് വന്നു. My daughter is walking now. ആമേൻ ആമേൻ. എൻ്റെ കുഞ്ഞ് ഇപ്പൊ നടക്കുവാൻ തുടങ്ങി. Completely healed. കംപ്ലീറ്റ് ഹീലിംഗ് ലഭിച്ചു. ऐसा क्यों हुआ? അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു? आमीन. अनुग्रह जब आपके ऊपर आता है, അനുഗ്രഹം നിങ്ങളുടെ മേൽ വീണാൽ, यीशु जब आपके ऊपर वास करते हैं, യേശു നിങ്ങളുടെ മേൽ വന്നു വാണു आमीन, തുടങ്ങിയാൽ आपका अवस्था में बदलाव होता है. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. नितिन नाम है ना, God will change you. ദൈവം നിങ്ങളെ മാറ്റും. He will transform you. അവൻ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യും. ദൈവാത്മാവ് നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ പോകും. परमेश्वर आपकी अवस्था में एक बदलाहट लेकर आने വർഷങ്ങളായി ഇരിക്കുന്ന ഇരിപ്പ് മാറും കേട്ടോ. सालों से बैठने वाली अवस्था में एक बदलाहट आने वाली है. ദൈവം നിന്നെ എടുത്ത് ആമേൻ തിരിക്കാൻ പോകുക. परमेश्वर तुझे उठाकर पूरा टर्न करने वाला है. ആമേൻ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. अवस्था में एक परिवर्तन आएगा. നിന്റെ ബുദ്ധിക്ക് ഒരു മാറ്റം ഉണ്ടാകും. आमीन आमीन. तेरे बुद्धि में एक चेंज ആമേൻ. आएगा. ജ്ഞാനം പകർന്നത് മാനിക്കും. विजडम देकर परमेश्वर तुझे सम्मान करेगा. കഴിവിനെ ആമേൻ ദൈവം തന്ന് ദൈവം നിന്നെ ഉയർത്തും. आमीन आमीन. एबिलिटी क्षमता तुझे देकर वो तुझे सम्मान करेगा. അതിന് കാരണം എന്താ? उसका कारण क्या है? അനുഗ്രഹം. ग्रेस. കുടുംബത്തിന്റെ അകത്ത് परिवार के अंदर ഒരു അനുഗ്രഹം. एक अनुग्रह. എന്താ അനുഗ്രഹം? क्या है वो ആമേൻ. अनुग्रह? യേശു അനുഗ്രഹം. यीशु है वो अनुग्रह. ആമേൻ. ഇന്ന് പകൽക്കാലം आज के इस वक्त ആമേൻ വചനം പറയുക എങ്ങനെ? वचन ऐसा कहता ആമേൻ. है. യേശു പറയുക take up a mat and start to walk. यीशु कहता है कि उठ अपनी खाट उठा और चल फिर. ആമേൻ. ഇതൊരു വേറെ കാലഘട്ടമാണ് കംപ്ലീറ്റ്ലി. ये एक दूसरा सीजन है. ये अभी का दुनिया पूरा डिफरेंट है, बहुत डिफरेंट है. ഇപ്പോഴത്തെ കാലഘട്ടം വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടമാണ്. जो पास्टर ने पहले बोला था, പാസ്റ്റർ ആദ്യം പറഞ്ഞതുപോലെ पहले जमाने में we used to pay a price for ministry. ആദ്യത്തെ പഴയ കാലഘട്ടങ്ങളിൽ സേവകൈ के लिए कीमत चुकाते थे. बट अभी हम लोग क्या करते हैं? हम लोग अभी आराम से जीते हैं. ഇപ്പം നമ്മളെല്ലാം വളരെ കംഫർട്ട് ആയിട്ടാണ് ജീവിക്കുന്നത്. पवित्रता ही नहीं चाहिए, पवित्रता ही नहीं चाहिए, വിശുദ്ധി വേണ്ട, समर्पण नहीं चाहिए, സമർപ്പണം വേണ്ട. जैसा मन कर वैसा जियो. എങ്ങനെ ഇഷ്ടം തോന്നുന്നു അതുപോലെ അങ്ങ് ജീവിക്കാം. बाइबल कहता है വചനം പറയുന്നു कि वो मार्ग सकरा है. ആ ദൈവത്തിന്റെ വഴി അത് വീതി കുറഞ്ഞതാകുന്നു, ഇടുക്കമുള്ളതാകുന്നു. सकरा मार्ग है, അത് ഇടുക്കമുള്ളതാകുന്നു, चलना मुश्किल है. അത് നടക്കുവാൻ പ്രയാസമുള്ളതാകുന്നു. मालूम है, एक गाना लिखने वाला ऐसा लिखा हुआ ഒരു है. പാട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. उसका नाम है മോശ ശാസ്ത്ര പാസ്റ്റർ പേര് മോശ ശാസ്ത്ര വത്സ്യർ എന്താ പേര്? മോശ ശാസ്ത്ര ഒരു സോങ് റൈറ്റർ, ഒരു പാട്ടുകാരൻ മോശ വത്സലം ആണോ? ഓക്കെ. उन्होंने ऐसा ഒരു മോശ വത്സലം എന്നൊരു he ദേവദാസൻ. had a son of 10 years age. उसने he had a son of 10 years old. उसका बेटा है जो 10 साल का है. അവനെ പാമ്പ് കടിച്ചു. उसको सांप काटा. ആ മരിച്ചു പോയി. वो मर गया. ബच्चा മർ गया. वो मर गया. അപ്പ എഴുതിയൊരു പാട്ടാണ്. तब एक गीत लिखा था. നിന്റെ ഹിതം പോലെ എന്നെ नित्यम नाड़तीड़ेनामे. क्यों लिखा उन्होंने ऐसा? അങ്ങനെ എന്തിനാ എഴുതിയത്? आमीन. प्रभु की इच्छा मेरे लिए पूरा होना चाहिए. ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കണം. आमीन. मेरा इच्छा है प्रभु is your will. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. खुद का बच्चा मर गया, സ്വന്തം മകൻ മരിച്ചുപോയി. लेकिन महाप्रभु चुप रहा. അവൻ അവിടെ മൗനമായിരുന്നു. आमीन. मृत्यु के अंधकार में भी മരണത്തിന്റെ അന്ധകാര കൂരിരുട്ടിലും आमीन you have to worship the Lord. നിങ്ങൾ ദൈവത്തെ ആരാധിച്ചോളണം. मालूम है एक इंसान है मार्क चैप्टर 5 में, मरकुस 5वें अध्याय में, മർക്കോസ് 5-ാം അധ്യായത്തിൽ वहां पे हम पढ़ते हैं, അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും. ये इंसान का नाम वहां पे मेंशन नहीं है, അവിടെ വ്യക്തിയുടെ പേര് എഴുതിയിട്ടില്ല. लेकिन उसके अंदर में एक अंधकार था. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു ഇരുട്ടുണ്ടായിരുന്നു. आमीन. अपने इच्छा से he can't come out of it. അവന്റെ സ്വയം ആഗ്രഹം കൊണ്ട് പുറത്തു വരാൻ പറ്റത്തില്ലായിരുന്നു. आमीन. he was chained by people. അവന് ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. जंजीर से जकड़ा हुआ था. അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. अंदर में क्या है? അവന്റെ ഉള്ളിൽ എന്തായിരുന്നു? बहुत सारी आत्माएं. ഒരുപാട് ദുഷ്ടാത്മാക്കളായിരുന്നു. आमीन. he would live on in the tombs and mountains. അവന് ഒരു പർവ്വതങ്ങളിലും കല്ലറകളിലുമായിരുന്നു പാർത്തിരുന്നത്. चैप्टर 4 में क्या लिखा हुआ പക്ഷെ है? 4-ാം അധ്യായത്തിൽ എന്ത് എഴുതിയിരിക്കുകയാ? प्रभु यीशु और तेरे साथ में आते हैं. യേശു ശിഷ്യന്മാരും അവിടെ കടന്നു വരികയാ. वहां पर हम पढ़ेंगे, 4 में पढ़ेंगे, 4 में पढ़ेंगे. 4-ാം അധ്യായം വായിക്കാം. Mark chapter 4. हालेलुया. वहां प्रभु यीशु मसीह और चेले साथ में आते हैं. അവിടെ യേശു കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ച് കടന്നു വരികയാ. वहां पढ़ेंगे verse 35 से. 35 മുതൽ വായിക്കാം. जब सांझ हुई, हाँ, उसने कहा आओ हम पार चले. देखिए प्रभु यीशु भीड़ को छोड़कर, യേശു കർത്താവ് ആ വീടിനെ വിട്ട് കളഞ്ഞിട്ട് जैसे वह था അവൻ എങ്ങനെ ആയിരുന്നുവോ वैसे ही
അതുപോലെ തന്നെ बड़े झुंड को छोड़कर അവൻ ആ പുരുഷാരത്തെ വിട്ട് जैसे वो था അവൻ वैसे ही എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ वो नाव पे चढ़ गए, അവൻ ആ ജഹാജിൽ കയറി, वो नाव पे चढ़ गए। അവൻ ആ ബോട്ടിൽ കയറി. प्रभु यीशु जाकर के ड्रेस चेंज नहीं किया, യേശു കർത്താവ് അവിടെ പോയി ഡ്രസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ वो പോയില്ല, नहाने के लिए नहीं गया, അവൻ കുളിക്കുവാൻ പോയില്ല. वो जैसे था वैसे ही नाव पे चढ़ गए। അവൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവൻ ആ പടകിൽ കയറി. उसमें आगे पढ़ेंगे। മുമ്പോട്ട് വായിക്കാം. तब बड़ी आंधी आई। അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. आंधी कब आई? ചുഴലിക്കാറ്റ് എപ്പോ ഉണ്ടായി? प्रभु यीशु he is going for a mission, യേശു ഇപ്പോൾ ഒരു മിഷന് വേണ്ടി പോകുകയാ. he is going for one man, അവൻ ഒരു വ്യക്തിക്ക് വേണ്ടി പോകുകയാ. he is going for one man। അവൻ ഒരു വ്യക്തിക്ക് വേണ്ടി പോകുകയാ. ये कहां पर बैठा हुआ है? അവൻ ഇപ്പോ എവിടെ ഇരിക്കുകയാ? कदर देश में बैठा हुआ है। ഖദർ ദേശത്ത് ഇരിക്കുകയാ. आमीन। ये यीशु मसीह जैसा था वैसे ही യേശു കർത്താവ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ वो चढ़ के गया उस देश की ओर, അവൻ ആ ദേശത്തിലേക്ക് പോകുവാനിടയായി. क्योंकि उनका नाम है अनुग्रह है, കാരണം അവന്റെ പേര് കൃപ എന്നായിരുന്നു. उनका नाम है ग्रेस, ग्रेस। അവന്റെ പേര് തന്നെ കൃപ, ഗ്രേസ് प्रभु എന്നായിരുന്നു. यीशु झुंड को छोड़कर യേശു കർത്താവ് പുരുഷാരത്തെ വിട്ടിട്ട് ये एक के लिए वो नाव पे चढ़ गया। യേശു ഒരുത്തിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി ആ പടകിൽ കയറി. जब यीशु उसमें चढ़ गया യേശു ആ പടകിൽ കയറിയതിനു ശേഷം तब बड़ी आंधी आई। അപ്പോൾ വലിയ വലിയ ചുഴലിക്കാറ്റ് അടിച്ചു. वहां पर आंधी क्यों आई? ആ ചുഴലിക്കാറ്റ് എന്തുകൊണ്ട് വന്നു? वहां पर आंधी क्यों आई? അവിടെ ചുഴലിക്കാറ്റ് എന്തുകൊണ്ട് വന്നു? क्योंकि devil knows very well the mission of Christ, क्योंकि शैतान यीशु के उस काम को जो होने वाली है उसे जानता था. devil knows the purpose of Christ। वो यीशु के उस मकसद को शैतान जानता था. आमीन। शत्रु को मालूम है कि इनका प्लान क्या है, ആമേൻ. പിശാചിന് അറിയാമായിരുന്നു യേശുവിന്റെ പ്ലാൻ എന്തുവാ എന്ന്. क्योंकि प्रभु यीशु आमीन इसके लिए आ रहे हैं, इसी कारण से the devil sent the wind against him। പിശാചിന് അറിയാമായിരുന്നു യേശു കർത്താവ് വരുന്നത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പിശാച് അവനെ ചുഴലിക്കാറ്റ് അടിപ്പിച്ചു. आंधी यीशु के खिलाफ नहीं आ रहा है, ആ ചുഴലിക്കാറ്റ് യേശുവിന് എതിരെ അല്ല വന്നത്, वो इसके लिए आ रहा है। അവൻ ഈ വ്യക്തിയുടെ എതിരായിട്ടാണ് വന്നത്. आमीन। ആമേൻ, he ആമേൻ. knows really well അവൻ അത് വ്യക്തമായി कि അറിയാമായിരുന്നു. अगर ये आदमी बच गया तो पूरा देश बच जाएगा। ഈ വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ദേശം രക്ഷപ്പെടും. वो नाव पे आंधी आया, ആ പടകിൽ ചുഴലിക്കാറ്റടിച്ചു. चेले वहां पे सो रहे थे, ശിഷ്യന്മാർ അവിടെ ഉറങ്ങുകയായിരുന്നു. पास ने वही वचन लिया था പാസ്റ്റർ വചനം എടുത്തു. कि आपको मेरे बारे में कुछ चिंता नहीं है प्रभु यीशु। യേശുവോട് ചോദിക്കുക, കർത്താവ് നിനക്ക് ഞങ്ങളെ പറ്റി ഒരു വിചാരവും ഇല്ലയോ? पास्टर ने बोला പാസ്റ്റർ പറഞ്ഞു, बाकियों को छोड़कर कल पास्टर ने एक के लिए वचन दिया। എല്ലാവരും വിട്ടിട്ട് പാസ്റ്റർ ഇന്നലെ ഒരു വ്യക്തിക്ക് വേണ്ടി വചനം കൊടുത്തു എന്ന് പറഞ്ഞു. यीशु ने झुंड को छोड़ के यीशु आ रहे हैं। യേശു കർത്താവ് ഒരു പുരുഷാരത്തെ വിട്ടിട്ടാണ് വരുന്നത്. क्यों आ रहे हैं यीशु मसीह? എന്തുകൊണ്ടാ യേശു വരുന്നത്? वो एक के लिए आ रहे हैं। ഒരു വ്യക്തിക്ക് വേണ്ടി वो വരികയാണ്. आदमी कौन है पता है आपको? ആ വ്യക്തി ആരാന്നറിയാമോ? वो आदमी पागल आदमी है, അതൊരു ഭ്രാന്തനായ वो വ്യക്തി. पागल आदमी है, അവൻ ഭ്രാന്തനായ ഒരു वो कपड़े വ്യക്തിയാണ്. फाड़ता है, അവൻ അവന്റെ വസ്ത്രങ്ങളെ കീറുമായിരുന്നു. दाढ़ी बढ़ाता है, ദാടിയെല്ലാം बाल बढ़ाता है, മുടി വളർത്തിയിട്ട് लोगों पे थूकता है, लोगों पे थूकता അവൻ है, തുപ്പുമായിരുന്നു. और अपने जंजीर तोड़ता है। അവൻ അവന്റെ ചങ്ങലകളെ അഴിച്ചു वो കളയും. पागल है, पागल। അവന് ഭ്രാന്തായിരുന്നു. लेकिन यीशु पागल के लिए आ रहा है। പക്ഷെ യേശു ഒരു ഭ്രാന്തന് വേണ്ടി വരിക. आमीन। झुंड को छोड़कर, പുരുഷാരത്തെ വിട്ടുകളഞ്ഞിട്ട്, आमीन, औरों को छोड़कर എല്ലാവരെയും വിട്ടുകളഞ്ഞിട്ട് यीशु एक पागल के लिए आ रहा है। യേശു ഒരു ഭ്രാന്തന് വേണ്ടി വരികയാ. आमीन। पत्नी बोलती कि वो पागल हो गया है, വൈഫ് പറയുന്നത് നിനക്ക് വട്ടായോ എന്ന്. आमीन। घरवाले बोलते कि वो पागल हो गया है, എല്ലാവരും പറയുന്നത് നിനക്ക് വട്ടായോ എന്ന്. लेकिन यीशु बोल रहे हैं യേശു പറയുകയാ, I want the पागल for me। ഞാൻ ആ ദൈവത്തിന് വേണ്ടി ക്രേസി ആകുവാൻ റെഡിയാ. वो पागल I want him for me। എനിക്ക് അവനെ എനിക്ക് വേണ്ടി വേണം. आमीन। पागल हो या कुछ भी हो, അവൻ ഭ്രാന്തനായാലും എന്തായാലും यीशु का नाम है अनुग्रह। യേശുവിന്റെ നാമമാകുന്നു ഗ്രേസ്. आमीन। अनुग्रह पागल को अनुग्रह करता है, ആമേൻ, ആമേൻ. ഈ ഗ്രേസ് ആ ഭ്രാന്തനെയും അനുഗ്രഹമാക്കി മാറ്റുന്നു. अनुग्रह पागल को अनुग्रहित करता है। ആമേൻ, ആമേൻ. ഒരു അനുഗ്രഹം ഒരു ഭ്രാന്തനെയും അനുഗ്രഹമാക്കി മാറ്റും. जब यहाँ पर आंधी आया, ഇവിടെ ചുഴലിക്കാറ്റടിച്ചു. जब यहाँ पर आंधी आया, ഇവിടെ ചുഴലിക്കാറ്റടിച്ചു. उसी समय उस पहाड़ पर से वो भागना शुरू किया। അതേ സമയം അവൻ ആ പർവ്വതം വിട്ട് ഓടുവാൻ തുടങ്ങി. यीशु ने बोला ए आंधी तू शांत हो जा। യേശു കർത്താവ് പറഞ്ഞു, കൊടുങ്കാറ്റെ ശാന്തമാകാ. डेविल का लास्ट प्लान भी खत्म हो गया, പിശാചിന്റെ ലാസ്റ്റ് പ്ലാനും തീർന്നു. डेविल का लास्ट प्लान भी खत्म हो गया। പിശാചിന്റെ ലാസ്റ്റ് പ്ലാനും തീർന്നു. He began to run from the mountain। അവൻ അവിടുന്ന് ഓടുവാൻ തുടങ്ങി ആ वो പർവ്വതത്തിൽ दौड़ നിന്ന്. के आ रहा है, അവൻ ഓടി വരികയാ. उसको मालूम है कि यीशु आ रहे हैं। അവൻ അറിയാമായിരുന്നു യേശു കർത്താവ് വരികയാ यीशु എന്ന്. अभी समुद्र में है, യേശു കർത്താവ് ഇപ്പോൾ वो अभी സമുദ്രത്തിലാ. झील के अंदर है, അവൻ ഇപ്പോൾ സമുദ്രത്തിന്റെ മധ്യത്തിലാ. लेकिन इसको मालूम है कि यीशु आ रहे പക്ഷെ हैं। അവൻ അറിയാം യേശു വരുമെന്ന്. वो पागल आदमी भाग के आता है। അവൻ ഓടി വരികയാ. अब लिखा हुआ एक बात, അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. he would cut with stone on his body। वो पत्थर से अपने शरीर को मारता था. काटता था,
पत्थर लेकर के अपने आप को काटता था। കല്ലെടുത്ത് അവൻ തന്റെ ശരീരങ്ങളെ അവൻ തന്നെ കീറി മുറിക്കുകയായിരുന്നു. वहाँ लिखा हुआ है कि नहीं लिखा हुआ? അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. वहाँ लिखा हुआ है, वैसा लिखा അവിടെ हुआ है। അങ്ങനെ എഴുതിയിട്ടുണ്ട്. Verse 5 पढ़िए, verse 5 5-ാം വാക്യം वहाँ लिखा हुआ है। അവിടെ അങ്ങനെ എഴുതിയിരിക്കുകയാ. Verse 5 हाँ, कुछ पत्थर नहीं मार्क 5 का 5 5 का 5 सॉरी 5 का 5 हाँ। वो लगातार रात दिन कब्रों में रहता था और वो चिल्ला, देखो इसका अपना घर है क्या? അവന് അവന്റെ വീടുണ്ടോ? उसका अपना घर है क्या? അവന്റെ വീടുണ്ടോ? घर होगा। അവന് വീടുണ്ടായിരിക്കാം. वो किसी का बच्चा है, അവൻ ആരുടെ ഒരു കുഞ്ഞാണ്. वो किसी का भाई है, അവൻ ആരുടെ ഒരു സഹോദരനാണ്. वो किसी का पति है, അവൻ ആരുടെ ഒരു ഭർത്താവാണ്. उसका घर तो होगा ना। അവന് വീടുണ്ടായിരിക്കും. अभी वो कहाँ पे रहता है? പക്ഷെ ഇപ്പോൾ അവരെവിടെയാ? कब्र में रहता है। കല്ലറകളിൽ. क्यों? എന്തുകൊണ്ട്? वो पागल है। അവൻ ഭ്രാന്തനാ. आप कब्र में नहीं रहेंगे ना कभी, നിങ്ങൾ ഒരിക്കലും കല്ലറയിൽ താമസിക്കുകയില്ലല്ലോ. क्योंकि आपके अंदर एक अच्छा आत्मा है। കാരണം നിങ്ങൾക്കുള്ളിൽ ഒരു നല്ല ആത്മാവുണ്ട്. ये इंसान आगे लिखा हुआ है, ഈ വ്യക്തി മുമ്പോട്ട് എഴുതിയിരിക്കുന്നത് अपने आप को पत्थरों से घायल करता है। അവൻ അവനെ തന്നെ കല്ലുകൊണ്ട് തന്റെ ശരീരത്തെ കീറി जब മുറിക്കുകയായിരുന്നു. मैं पहले काम करता था कॉलेज में, ഞാൻ ആദ്യം കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് मेरे लिफ्ट के अंदर मैं जा रहा था ऑफिस की ओर, ഞാൻ ലിഫ്റ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓഫീസിൽ പോകുമ്പോൾ वहाँ पे एक लड़की मेरे सामने खड़ी थी। അവിടെ ഒരു പെൺകൊച്ചിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. I saw her hand, ഞാൻ അവളുടെ കൈ കണ്ടു, पूरा काटा हुआ था। കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1 2 3 4 5 लाइन। 1 2 3 4 5 ലൈൻ. अगले दिन क्या हुआ? അടുത്ത ദിവസം എന്ത് സംഭവിച്ചു? एक और लड़का मेरे सामने आया, ഒരു പയ്യൻ എന്റെ മുന്നിൽ വന്നു. उसी लिफ्ट के अंदर, ആ ലിഫ്റ്റിന്റെ ഉള്ളിൽ उसके തന്നെ हाथ में कटा हुआ था पूरा। അവന്റെ ഉള്ളിൽ ഇങ്ങനെ കട്ട് मेरे ഉണ്ടായിരുന്നു. बोला ऐसा तुमने क्यों किया? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? Why did you do that? आपने क्यों ऐसा किया? उसने बोला, അവൻ പറഞ്ഞു, सर बहुत होमवर्क है। സർ ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. मैंने बोला होमवर्क? ഞാൻ ചോദിച്ചു, ഹോംവർക്ക്? तुम होमवर्क के लिए अपने आप को मार रहे हो? ഹോംവർക്കിന് വേണ്ടി നിന്നെ തന്നെ കൊല്ലുവാൻ ശ്രമിക്കുവാണോ? अरे मामूली बात के लिए डिप्रेशन, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഡിപ്രഷൻ. ये कहाँ से आया ये काटने वाला? ഇത് എവിടുന്ന് വന്നു ഈ സ്പിരിറ്റ്? ये इधर से आया है। ഇവിടുന്ന് വന്നതാ. इसमें वही था। ഇതിന്റെ ഉള്ളിൽ അവൻ തന്നെ ആയിരുന്നു. मालूम है ना आपको, जब भी ऐसा लोगों को होता है, ഇങ്ങനെ സംഭവിക്കുമ്പോൾ वो यहाँ पे काटते हैं। അവർ ആദ്യം ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. Who told them? ആരാ അത് പഠിപ്പിച്ചു കൊടുത്തത്? Who told them about this? ആരാ അവനെ അത് പഠിപ്പിച്ചു കൊടുത്തത്? पापा ने, പപ്പയാണോ? मम्मी ने, മമ്മിയാണോ? भाई बहन ने? സഹോദരന്മാരാണോ? नहीं, the devil tells them, പക്ഷെ പിശാച് അവനെ പഠിപ്പിച്ചു കൊടുക്കുക. इधर ही काटना। അവിടെ തന്നെ കട്ട് वो ചെയ്യണം. सही माता बोलता है, इधर ही काटना। ആ സ്പിരിറ്റ് പറയും ഇവിടെ തന്നെ കട്ട് ചെയ്യണം. आदमी पागल हो गया है। ആ വ്യക്തി ഭ്രാന്തനായി. उस समय आंधियों के बीच से ആ സമയം ആ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ यीशु मसीह उस नाव पे से वहां पर उतरा। യേശു കർത്താവ് ആ പടകിൽ നിന്ന് അവിടെ ഇറങ്ങി. वहां लिखा हुआ है, അവിടെ എഴുതിയിരിക്കുകയാ, आमीन, जैसे ही यीशु वहां पर उतरे, യേശു കർത്താവ് അവിടെ ഇറങ്ങിയ സമയം वहां हम पढ़ेंगे उसका वर्स 6 से 6-ാം വാക്യം മുതൽ വായിക്കാം. हाँ, यस हाँ, हे यीशु, हाँ, मुझे या क्या काम, आगे पढ़िए। हाँ, यस 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 यस। देखिए वहां पे क्या लिखा हुआ है कि उसका नाम है सेना। അവന്റെ നാമമാണ് സേന. आमीन, उसके अंदर बहुत सारी आत्माएं थी, അവന്റെ ഉള്ളിൽ ഒരുപാട് ദുഷ്ടാത്മാക്കൾ ഉണ്ടായിരുന്നു. लेकिन यीशु मसीह वहां पर आते ही, പക്ഷേ യേശു കർത്താവ് അവിടെ വരുന്നപ്പോൾ തന്നെ, यीशु वहां पर पैर रखते ही, യേശു അവിടെ കാല് വെച്ചപ്പോൾ हम पढ़ते हैं തന്നെ इसका वर्स 2 में 2-ാം വാക്യത്തിൽ कि जैसे ही नाव से वो बाहर उतरते हैं, അവന് അവിടെ കാല് വെച്ചപ്പോൾ वहां पर തന്നെ एक वर्ड है तुरंत। അവിടെ ഒരു വാക്യമുണ്ട്, ഇമ്മീഡിയറ്റ്ലി, तुरंत അപ്പോൾ തന്നെ, ഉടനെ. बोले तुरंत, बोले तुरंत, बोले പറഞ്ഞേ ഉടനെ, तुरंत। ഉടനെ. यीशु वहां पर आते ही तुरंत, യേശു അവിടെ വന്നപ്പോൾ അപ്പോൾ തന്നെ ഉടനെ, तुरंत वो आस विभाग के आता है। ഉടനെ അവൻ അവിടെ ഓടി വരികയാണ്. जब अनुग्रह आपके जीवन की ओर आते हैं तो ഗ്രേസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ हमें तुरंत कार्य होता है। ഉടനെ കാര്യങ്ങൾ हम पढ़ते സംഭവിക്കും. हैं इब्रानियों 4:16 में पढ़ते हैं। ഇബ്രാനിയർ 4:16 जल्दी पढ़िए, 5 मिनट और है, जल्दी पढ़िए। 5 मिनट इब्रानियों और है। 4:16। Hebrews 4:16. इसीलिए हाँ, यस, कि हम पर दया हो। हाँ, अनुग्रह कब आता है हमारे ऊपर? കൃപ നമ്മുടെ മേൽ എപ്പോഴാണ് വരുന്നത്? In time of need.
നമ്മുടെ ആവശ്യമുള്ള आपके സമയത്ത് टाइम ऑफ नीड, നിങ്ങളുടെ ആവശ്യമുള്ള സമയത്ത് आपको पाप से बाहर निकालने के लिए वो एक भेड़ बना, നിങ്ങളുടെ मेमना പാപത്തിൽ बना, നിന്ന് പുറത്തെടുക്കുവാൻ അവൻ ഒരു കുഞ്ഞാടായി മാറി. लेकिन आपको राह दिखाने के लिए वो चरवाहा बना. പക്ഷെ അവൻ നിങ്ങൾ നയിക്കുവാൻ വേണ്ടി അവൻ ഒരു ഇടയനായി മാറി. He is a great shepherd. അവൻ ഒരു കൃപയുള്ള ഒരു ഇടയനാകുന്നു. आपके टाइम ऑफ नीड में, നിങ്ങളുടെ ആവശ്യമുള്ള आपकी സമയത്ത് आवश्यकता के बीच में നിങ്ങളുടെ ആവശ്യങ്ങളുടെ प्रभु മധ്യത്തിൽ यीशु आपके लिए अनुग्रह बनते हैं. യേശു കർത്താവ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറി. पिछले महीने का बात है. കഴിഞ്ഞ മാസത്തിലെ ഒരു കാര്യമാണ്. I went to my terrace to put the clothes for drying. ഞാൻ എന്റെ ടെറസിൽ തുണി ഉണക്കുവാൻ പോയി. मैं कपड़ा डालने के लिए ऊपर छत पे गया. ഞാൻ തുണി ഇടുവാൻ അവിടെ പോയി. मेरे घर के पीछे बहुत सारे empty space है. എന്റെ വീടിന്റെ പിറകിൽ ഒരുപാട് എംപ്റ്റി സ്പേസ് ഉണ്ട്. हम जब ऊपर से देख रहे थे तो ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ एक बहुत सारे बकरियों का झुंड था. അവിടെ ഒരുപാട് ആടിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. बहुत दूर में एक चरवाहा भी था. ഒത്തിരി ദൂരെ ഒരു ഇടയനും ഉണ്ടായിരുന്നു. यहाँ पर झुंड बकरियों का, ഇവിടെ ആട്ടിന്റെ ഒരു കൂട്ടം, 50 मीटर दूर एक चरवाहा, 50 മീറ്റർ ദൂരെ ഒരു ഇടയൻ, और दूर उसकी मम्मी. അതിന് ദൂരെ അതിന്റെ അമ്മ. तो चरवाहे ने अपने माँ को बुलाया. ചർവാഹ തന്റെ ഇടയൻ തന്റെ അമ്മയെ വിളിച്ചു. पता है कैसे बुलाया? എങ്ങനെയാ വിളിച്ചത്? ऐसा बुलाया बिकॉज वो गूंगा था. അങ്ങനെ വിളിച്ചു കാരണം അവന് ഊമനായിരുന്നു, സംസാരിക്കാൻ वो പറ്റത്തില്ല. गूंगा था. അവൻ ഊമനായിരുന്നു. I observed him. मैं उसको देखा. ഞാൻ അവനെ ശ്രദ്ധിച്ചു. मैं उसको ध्यान से देखा उसको. ഞാൻ അവനെ ശ്രദ്ധിച്ചു. मम्मी से ऐसा बोल रहा है. മമ്മിയോട് സൗണ്ട് മാത്രം എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. उसकी मम्मी ने बोला तुम जाओ जाओ बोला कुछ മമ്മി बोला പറഞ്ഞു നീ उसने. പൊക്കോ എന്ന് പറഞ്ഞു. तुरंत वो उल्टा घूमा. അവൻ ഉടനെ ഉൾട്ട കറങ്ങി. उसने भेड़ों को देखा. അവൻ ആടുകളെ നോക്കി. उसने किया. അവൻ വീണ്ടും ആ ശബ്ദം അവന് അവിടെ നിന്ന് എടുത്തു. 50 मीटर दूर जो भेड़ थे 50 മീറ്റർ ദൂരെയുള്ള सब ആടുകൾ एक साथ इसके पीछे हो लिए. എല്ലാവരും ഒരുമിച്ച് അവന്റെ പിറകെ ഓടി सब एक വന്നു. साथ they started to walk towards him. എല്ലാവരും ഒരുമിച്ച് അവന്റെ പിറകെ ഓടി വന്നു. I was so stuck by it, you know. मैं ये देखकर बहुत चकित हो गया. I was so in awe by it. मैं इससे बहुत ही अद्भुत हो गया, A आश्चर्य. man who cannot speak, जो व्यक्ति बात नहीं कर but the सकता sheep knows his voice. लेकिन लेकिन भेड़ अपने चरवाहे को जानता है. आमीन. भेड़ जानता है चरवाहे का आवाज. आमेन आमेन. ഒരു ആടിനെ തന്റെ ഇടയന്റെ ശബ്ദം അറിയാം. डॉक्टर को भी नहीं मालूम पड़ेगा क्या बोल रहा है. ഡോക്ടറിന് പോലും മനസ്സിലാകത്തില്ലായിരിക്കും എന്തുവാ मैं പറയുന്നത്. देखा कम से कम 50 भेड़ थे. പക്ഷെ കുറഞ്ഞത് 50 ആടുകൾ ഉണ്ടായിരുന്നു. 50 के 50 भेड़ एक साथ they heard. I was amazed. 50 ആടുകളും അവന്റെ പിറകെ ഓടി. ഞാൻ അത് കണ്ടിട്ട് ഞാൻ ആശ്ചര്യചകിതായി. उसके गले में एक ही वोकल कॉर्ड है. അവന്റെ കഴുത്തിൽ ഒരു വോക്കൽ കോഡ് एक ही മാത്രമേ वोकल ഉള്ളൂ. ट्यून है उसके ഒരു വോക്കൽ ട്യൂൺ മാത്രമേ ഉള്ളൂ. वो क्या है मालूम है? അതെന്താണെന്നറിയാമോ? ഹേ എന്ന് लेकिन മാത്രം. उसको सुनकर भेड़ पीछे आया तो പക്ഷെ അത് കേട്ടിട്ട് ആടുകൾ പിറകെ വന്നു എങ്കിൽ हमारा यीशु गूंगा नहीं है. ഞങ്ങളുടെ യേശു കർത്താവ് ഊമനല്ല. हमारे यीशु he's a good shepherd. അവൻ നല്ല ഇടയനാ. वो यीशु का नाम है अनुग्रह. അവന്റെ യേശു നാമമാകുന്നു, പേരാകുന്നു वो आज അനുഗ്രഹം. आपको बुला रहे हैं. അവൻ നിങ്ങളെ ഇന്ന് വിളിക്കുകയാ. वो आपके लिए अकेले आ रहे हैं. അവൻ നിങ്ങൾക്ക് വേണ്ടി തനിയെ ഇറങ്ങി अगर आप വരികയാ. बस अकेले हो तो भी നിങ്ങൾ ഇന്ന് ആരെങ്കിലും ഒറ്റയ്ക്കാണ് वो എങ്കിൽ आपके लिए अकेले आ रहे അവൻ हैं. നിങ്ങൾക്ക് വേണ്ടി തനിച്ച് ഇറങ്ങി आपका വരികയാ. अवस्था कितना भी पुराना क्यों ना हो അവൻ जाए, നിങ്ങളുടെ അവസ്ഥകൾ എത്ര പഴയത് എന്ന് തന്നെ he's going to ആയിക്കൊള്ളട്ടെ, change you right now. അവൻ അതിനെ മാറ്റും. Can we all stand up please? നമുക്ക് എണീറ്റ് നിൽക്കാം. हम खड़े होंगे अपने घुटनों अपने पैरों पर. നാം നമ്മുടെ കാലുകൾ എണീറ്റ് നിൽക്കാം. हालेलुया. ഹല്ലേലൂയ. प्रभु यीशु मसीह आज आपके लिए आएंगे. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. आमीन. यहाँ पर I'm going to pray for your healing right now. ഞാൻ നിങ്ങളെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ आमीन. പോകുകയാണ്. For depression right now. ഞാൻ ഡിപ്രഷൻ മാറ്റുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. आमीन आमीन. आपके जीवन का जो विषय है, നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയം, मुझे आपसे एक विनती है, एक रिक्वेस्ट है നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. कि आप लोग खुल के प्रभु यीशु से बस बात करिए, उनसे നിങ്ങൾ बोलिए. യേശുവിനോട് തുറന്ന് പറഞ്ഞാട്ടെ. आप बोलिए प्रभु यीशु मसीह मुझे ये प्रॉब्लम है. അപ്പൊ കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. प्रभु यीशु का नाम क्या है? യേശുവിന്റെ നാമം എന്തുവാ? ग्रेस. ഗ്രേസ്. क्या नाम है? എന്താ പേര്? अनुग्रह. അനുഗ്രഹം. क्या नाम है यीशु का? യേശുവിന്റെ പേര് His എന്തുവാ? name is grace. അവന്റെ നാമം ഗ്രേസ്. हालेलुया. प्रभु यीशु का नाम है कृपा, अनुग्रह. യേശുവിന്റെ നാമത്തിന്റെ പേരാകുന്നു आमीन. अनुग्रह आज आपके लिए आ रहे हैं. ആ അനുഗ്രഹം നിങ്ങളെ അടുക്കൽ प्रभु यीशु आपके पास में आ रहे हैं. യേശു നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. आमीन. He is going to give you wisdom. അവൻ നിങ്ങൾക്ക് ഒരു വിസ്ഡം തരാൻ आमीन. പോകുകയാണ്. ज्ञानम पकड़ो. അവൻ आपको एक विस्डम He will make देकर. a good leader. ആമേൻ ആമേൻ ഹല്ലേലൂയ. आमीन. ഒരു നല്ല ലീഡർ ആക്കി മാറ്റും. ആമേൻ ആമേൻ പ്രൈസ് ഗോഡ്. वो नाम क्या है? वो नाम क्या है? ग्रेस. हालेलुया. ആമേൻ यीशु का नाम है अनुग्रह. യേശുവിന്റെ നാമമാകുന്നു आमीन. അനുഗ്രഹം. आज सुबह ഇന്ന് രാവിലെ प्रभु यीशु आपके पास में आएंगे. യേശു നിങ്ങളുടെ അടുക്കൽ കടന്നു വരും. Open your hearts for God. आमेन. आप परमेश्वर के लिए अपने हृदय को खोल Open your दो. hearts for God. अपना हृदय परमेश्वर के लिए God खोल will दो. do a miracle for you. वो आपके लिए अद्भुत कामों को He will do a करेगा. miracle for you. वो आपके लिए अद्भुत कामों को करेगा. गाना गाओगी?
गाना गाओगी? गाना गाओगी? പാട്ട് പാടുമോ? अभी नहीं, आगे गाओगी गाना? You want to sing a song for God? ദൈവത്തിന് വേണ്ടി പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ? ഇവൾ ആരാധിക്കും. ആരാധക് ബनेगी. നീ ആരാധിക്കും. നല്ലൊരു വർഷിപ്പർ ആകും. ദൈവത്തെ ഉയർത്തും. आमेन. परमेश्वर आपको उठाएगा. We'll pray for each of you. Hallelujah. हम हर एक व्यक्ति के लिए प्रार्थना करेंगे. प्रार्थना करेंगे. Amen. When I see you, जब मैंने आपको देखा, I see God's love upon you. You are a gift for your parents. Amen. 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 Praise God. इसके में अभी एक motherly quality है. Amen. Amen. Hallelujah. इसमें motherly quality है. Amen. Amen. She is like a mother. Amen. Amen. Praise God. She is very mature for her age. Amen. 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 क्योंकि इसके ऊपर एक अनुग्रह है. നിന്റെ മേൽ ഒരു അനുഗ്രഹമുണ്ട്. इसके ऊपर एक grace है. നിന്റെ മേൽ ഒരു grace ഉണ്ട്. Amen. Hallelujah. Amen. Hallelujah. प्रभु का आत्मा आपसे बात कर रहा है. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. By the time you reach 18 years old, 18 years ആകുമ്പോൾ പലയിടത്തും അറിയപ്പെടും. तू जानी जाएगी. आमेन. प्रभु का आत्मा आपके द्वारा कार्य करेंगे. ആമേൻ. ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. हम बहुत लोगों के साथ उठेगी बैठेगी. ആമേൻ. ഒരുപാട് പേരുടെ കൂടെ നീ എണീക്കും. You will have authority. നിനക്ക് അധികാരം ഉണ്ടായിരിക്കും. Like Esther had authority. എസ്തേറിന്റെ മേൽ ഉണ്ടായിരുന്ന അധികാരം നിന്റെ മേൽ ഉണ്ടായിരിക്കും. ഒരു ഭയങ്കര ഫേവർ ഉണ്ട് നിന്റെ മേൽ. एक बहुत बड़ा ग्रेस, एक फेवर आपके ऊपर पड़ा है. ആയുഷ്കാലത്തിൽ ആക്സിഡന്റ് ഉണ്ടാകത്തില്ല. നിനക്ക് ആക്സിഡന്റ് ഉണ്ടാകത്തില്ല. लाइफ में कभी भी एक्सीडेंट को नहीं होगा. क्यों? Because there is a grace upon you. आमीन. और कृपा निंदे में लौंडे. Hallelujah. Hallelujah. आत्मा अभिषेक व्यापरिക്കുന്നുണ്ട്. आत्मा की अभिषेक यहाँ पर व्यापार कर रही है. शैतान की हर बंधन खुलने दे. आमीन. നീ എന്ത് ആഗ്രഹിക്കുന്നു ദൈവം തരും. तू जो चाहेगी परमेश्वर तुझे देगा. In the will of God. परमेश्वर की इच्छा के अनुसार. Hallelujah. Hallelujah. ആമേൻ. ഇവിടെ സ്കിൻ ബന്ധപ്പെട്ട് somebody has allergy. ചൊറിച്ചിലുണ്ട്. स्किन से कोई एलर्जिक है यहाँ पर. God is healing you right now. वो हीलिंग आपको अभी मिल रही है. I feel in my left hand. मैं एक लेफ्ट हैंड पर I feel a reaction. एक रिएक्शन को मैं महसूस कर रहा हूँ. May God heal you right now. परमेश्वर आपको चंगा करे. Hallelujah. भाई आपका नाम क्या है जो सामने खड़े हैं? फ्रेंच बियर्ड. आपका नाम क्या है? हाँ, शाइन आगे आइए. आप आगे आइए. Hallelujah. हाँ, इनके तो नहीं है. आप आगे आइए. आमीन. आप पे भी एक ग्रेस है. आमीन. आमीन. और ग्रेस मलयालम. ग्रेस ना पानो. ओके. आपका नाम प्रभु यीशु आपसे प्यार करते हैं. ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഉയർത്തിയതാ കേട്ടോ. परमेश्वर ने आपको उठाया है. ദൈവം നിങ്ങളെ മാനിച്ചതാ. परमेश्वर ने आपका सम्मान किया है. തള്ളി കളയത്തില്ല കേട്ടോ. वो आपको गिरने नहीं देगा. ആമേൻ. നിങ്ങളുടെ കണ്ണുനീര് വളരെ വാല്യുബിൾ ആണ്. आपका आंसू बहुत कीमती है. മക്കൾ ഒരു കാരണവശാലും ആഹാരം പോത്തില്ല. बच्चे कभी भी भटक नहीं The जाएंगे. young lion may suffer hunger. But because you seek God, आमीन. 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 ഒരു കാരണവശാലും ഒരു കാലഘട്ടത്തിലും വിശന്ന് പോകത്തില്ല. എന്റെ കൃപ നിനക്ക് മതി. നിന്റെ മക്കൾ നിനക്കൊരു അനുഗ്രഹമാണ്. അവൻ കുടുംബത്തിന്റെ അകത്ത് ഞാൻ നിന്റെ പേര് വലുതാക്കും. നീ ആരെന്ന് ജനം അറിയും. രാത്രി യാമങ്ങളിൽ ആമേൻ ആമേൻ എന്റെ മുൻപാകെ നീ ഇരുന്നാൽ ഒരു മോശയെ പോലെ ഞാൻ നിന്നെ സ്ഥാനം മാറ്റി, പൊസിഷൻ മാറ്റി ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ആമേൻ. അസ്ഥികളുടെ താഴ്വരയുടെ അകത്ത് ഗോഡ് ഈസ് മലയാളം അറിയാലോ അല്ലേ? ആമേൻ. ദൈവം പറയുക ആമേൻ 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 ഒരു വലിയ മിറക്കിൾ ദൈവം ചെയ്യും. ഒരു വസ്തി ആമേൻ അവിടെയാണെങ്കിൽ അതേ മനുഷ്യ ശരീരത്തിന്റെ ഒരു അസ്ഥി 1 കിലോമീറ്റർ ദൂരെ ആയിരിക്കും. കള്ളങ്ങാണെങ്കിൽ കാലിലെ ബോൺ ഇങ്ങനെയായിരിക്കും. ദൈവം പറയുക അസ്ഥിയോട് ചേരും. ഒരു സൈന്യം എഴുന്നേക്കും. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം തുടങ്ങാൻ പോവുകയാണ്. ആത്മീയനാന്ന് എല്ലാരും പറയും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. നീ മറന്നു പോകരുത്. ആത്മാവ് പറയുകയാണ് നീ നിമിത്തം ഒത്തിരി പേർക്ക് നീ വാരി വിളമ്പി കൊടുക്കും. അങ്ങനത്തെ ഒരു കൃപ നിനക്കുണ്ട്. അവൻ ഒന്നും നോക്കാതെ ഇടവും വലവും നോക്കാതെ നീ കൊടുക്കുന്നവനാ. ഞാൻ പറയുക ഞാൻ നിന്നെ മാനിക്കുന്ന യഹോവയാകുന്നു. എന്തിയെ ഫാമിലി എന്തിയെ ഫാമിലി വൈഫ് എന്തിയെ? ആമേൻ. വാ വാ. ഗ്രേസിന്റെ മമ്മി ഇങ്ങ് വന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. റികമനവ ശതരഹസ്കനാദി ഓ റികമനവശ കുഴപ്പമില്ല അവനോട് കേട്ടു. അതാ ഞാൻ പറഞ്ഞ മദർലി ഗുണമുണ്ട് അവിടെ അകത്ത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ദാനിയേലിനെ പോലെ ദൈവം മാനിക്കും. ദാനിയേലിനെ പോലെ അവിശ്വസ്തനായി നിൽക്കും. ദൈവം
പറയുക, എൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്ന, പല ഭവനങ്ങൾക്ക് വേണ്ടി ആശ്വാസമായിരിക്കുന്ന ഒരു നാമ, ഒത്തിരി മുറിവുകൾ സൗഖ്യമാക്കി. ദൈവം പറയുക, അനേകരുടെ മുറിവിനെ ഉണക്കുക. ഞാൻ കണ്ടൊരു മാന്യപാത്രം. ഹല്ലേലൂയ. പിതാവേ, ഇവരെ അനുഗ്രഹിക്കണം, വഴികൾ തുറക്കണമേ, ശത്രുവിന്റെ കോട്ടയെ തകർക്കണം കർത്താവേ. ബ്ലെസ് ദം യേശുവിൻ നാമത്തിൽ തന്നെ. ആ ബ്രദറിന്റെ പേര്, വാട്ട് ഈസ് യുവർ നെയിം? എനിക്ക് തോന്നി ആമേ വചനത്തിന്റെ ആഴത്തിൽ ഇറക്കും. 2026 അറിയാം, 26 ദൈവത്തെ വെളിപ്പെടും. പ്രത്യേകം പ്രാർത്ഥിക്കണം, ശത്രു കാണാതെ മറയ്ക്കും. ആമേൻ ആമേൻ ആമേൻ. ചിലരുടെ മുമ്പിൽ ആമേൻ, ഗോഡ് വിൽ ഗിവ് യു എ ഗുഡ് സ്ട്രെങ്ത്. ധൈര്യം പോകാൻ നിൽക്കണം. ആമേൻ. വായിൽ തരുന്നത് മാത്രം പറയാം. ദൈവം പറയുന്നു, ഐ ആം ഗോയിങ് ടു മേക്ക് അതോറിറ്റീസ് സ്റ്റാൻഡ് ബിഫോർ യു. അധികാരികളുടെ മുൻപിൽ അധികാരത്തോട് പറയും. ചിലത് വിളിച്ച് പറയും. അതിന് ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. Are you Lord God Almighty? You're holy, holy. Are you Lord God Almighty? Worthy is the Lamb, worthy is the Lamb. For you are holy, holy. Are you Lord God Almighty? Worthy is the Lamb, worthy is the Lamb. For you are holy, holy. Are you Lord God Almighty? Worthy, worthy is the Lamb, worthy is the Lamb. For you are holy, holy. Are you Lord God Almighty? Worthy is the Lamb. Worthy is the Lamb. Worthy is the Lamb. For you are holy. आप साथ में एक समान परिवार के अंदर माइंड को ब्लॉक करने वाला, माइंड को, शैतान का कुछ बाउंड्रीज यीशु के नाम से आज टूट रहे हैं। यीशु के नाम से आज टूट रहे हैं। आपके परिवार के अंदर आगे मत बढ़ो बोलने वाला, माइंड को ब्लॉक करके, आमीन, बुद्धि के खिलाफ कार्य करने वाला सारा अंधकार का पारंपरिक शक्ति को ब्रेक कर दे यीशु के नाम से। बी फ्री यीशु के नाम से। अपने आप खाली कर देगा और यीशु आपको छू रहे हैं। He is touching you right now. सामर्थ यीशु के नाम से। आमीन। अगर आप में एक रोग है, lift your hand to heaven. अगर आप रोगी है तो हाथ करो. I want to pray for you. You want to lift, you want to pray for a disease. हाथ देकर प्रार्थना करेंगे. समय नहीं है हमारे पास, बस 5 मिनट. I'll stop. You are not well. आप में एक रोग है, हम प्रार्थना करेंगे. Church will pray for all these people. प्रार्थना करें. God will heal. Yes. God will heal. God will heal. पास ने एक बात बोला था, जो पहले हुआ अभी होना है. Amen. अभी वो देखना है, अभी वो सुनना है. Amen. I declare आज सुनेंगे. आज Amen. यीशु के नाम से आज सुनेंगे. You believe that? Amen. Amen. प्रभु यीशु प्रार्थना करते हैं इसी समय, इस right now इससे प्रार्थना करते हैं. जो लोग हाथ खड़ा किए परमेश्वर, उन लोगों के ऊपर अभी यीशु के नाम से
Lord, the way of healing, a mighty power of healing. अभी 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 यीशु के नाम से पाओ. Just receive it. मांगो दिया जाएगा. यीशु हम प्रार्थना करते हैं. By the gift of God given unto me. उस पे हम खड़े होकर प्रार्थना करते हैं यीशु के नाम से. Lord, हर एक रोगियों को आप चंगा करने के लिए हम प्रार्थना करते हैं. Jesus Christ. Jesus Christ. Rikava Shatanas. Rikava Nagashia. Urakamanas Yandene. Yeshu ka naam. 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 इसमें एक नया कार्य हो जाए. Rikava Nagashi. Thank you Jesus. हमारे भाई को चंगा कर. चंगा कर. हर एक चेस्ट लंग्स में एक नया सामर्थ्य आने के लिए प्रार्थना करते हैं. Thank God, thank God, thank you. Thank God, thank God by your power. Thank you Jesus. Thank you Jesus. Thank you Jesus. Hallelujah. प्रभु यीशु, as I pray for them, इसी समय, right now, lift your hands to heaven. हाथ दिखाओ. जो लोग चंगाई चाहते हैं, right now, यीशु के नाम से I come and God tells me about an infection in the urinary infection. Don't show me a hand. May God heal you right now. यीशु के नाम से be healed right now. Urinary infection के ऊपर यीशु का सामर्थ्य. Pastor, can I പറഞ്ഞോട്ടെ കുഴപ്പമില്ലല്ലോ. When you pass a urine, you have a बहुत burning होता है. burning. मुझे नहीं मालूम वो कौन है. बहुत आपको burning. Don't show me your hand. प्रभु यीशु मसीह के नाम से. You want to come forward? You can come. आपको आगे आना है तब आगे आ जाइए. कोई दिक्कत नहीं है. लेकिन I want you to come after meeting. आप जहाँ भी हो जिस प्रार्थना करो. When you pass the urine, you have a pain in your body. यीशु के नाम से चंगाई प्रार्थना करते हैं. यीशु के नाम से we declare a healing upon your servants, Lord. Amen. Amen. प्रभु आत्मा आपसे बात कर रहे हैं. Amen. You will not see wind or rain, but start to dig the pit. God will fill. He will send the anointing from heaven. प्रभु यीशु आपसे बोल रहे हैं. Amen. घूमते मत रहो. Start to walk forward. आत्मिक जीवन में घूमते मत रहो. Start to move forward. You are required for God's kingdom. Hallelujah. Hallelujah. Amen. Amen. यहाँ पर कोई है जिसको right leg में issue है. right leg में I sense a issue on the right leg. कौन है वो? right leg में issue है. यीशु के नाम से बहुतों को होगा. लेकिन I sense one person on this portion यहाँ पर यीशु के नाम से चंगाई प्रार्थना करते हैं. परमेश्वर, I pray for everybody over here. May the power of God touch them right now. यीशु के नाम से उनके अंदर कार्य करने वाला तमाम अंधकार के ताकत से I command, come out यीशु के नाम से. बाहर आओ. छोड़ यीशु के नाम से. रिखानाशी यदने. यीशु के नाम से. Yes. हर एक चेयर में, हर एक रो में I command the power of God. Lord, I pray the power of God. Move. Hallelujah. Right now. आमीन. तुम्हारे पागलपन को हटाने वाला यीशु का नाम अभी आपको कार्य कर रहा है. यीशु का नाम. Thank you Lord. Thank you Lord. We worship you. यीशु के नाम से मांगते हैं. आमीन. 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 Hallelujah.
Aliata Sharira Dalera Tonarame Shirala Dalgre Handanya Chata Shalera Donia Dana Shelere Shigana Daladi Harvera Mashamdania Dale Oh Amen. मैं आज बहुत खुश हूँ यहाँ पे. आई एम वेरी हैप्पी टुडे. मैं आज बहुत खुश हूँ. ഇത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും. उसमें एक कारण है आज. അതിനൊരു കാരണമുണ്ട്. मेरे मन में एक इच्छा था. എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്. God put a big burden in my heart. ദൈവം എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരം അങ്ങനെ मेरे 33 साल से 40 years तक. 33. 40 വർഷം. 33 to 40. 33 മുതൽ 40 വർഷം വരെ. I want to really serve God mightily. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടണം. ये मेरे अंदर एक बहुत बड़ी इच्छा था. एक God given vision था. എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു. Sunday को मैं I turned 33 last Sunday. കഴിഞ്ഞ സൺഡേ എനിക്ക് 33 വയസ്സ് തികഞ്ഞു. This is the first church, the first Sunday after my church. ഹല്ലേലൂയ. 33 വയസ്സ് തികഞ്ഞ ശേഷം എന്റെ ചർച്ച് വിട്ട് ആദ്യത്തെ ഒരു സഭയാണ്, ഞായറാഴ്ചയാണ്. അത് മാത്രമല്ല, वही नहीं, അത്രയും മാത്രമല്ല, पिछले हफ्ते मेरी पत्नी ने भी अपनी नौकरी छोड़ दिया. കഴിഞ്ഞ വീക്കിൽ എന്റെ വൈഫും റിസൈൻ ചെയ്യാൻ ഇടയെത്തുന്നു. उसने बोला कि अब हो गया, बहुत हो गया. എന്റെ വൈഫും പറഞ്ഞു ഒത്തിരിയായി ഇപ്പോൾ. 3 बच्चे हैं, 3 കുഞ്ഞുങ്ങളുണ്ട്. तुम्हारा मिनिस्ट्री है, बहुत हो गया. ശുശ്രൂഷയുണ്ട്, വളരെ കാര്യങ്ങൾ ഇനിയുണ്ട്. लेकिन कोइंसिडेंटली सब उसी समय हो गया, एक ही हफ्ते में हो गया. എന്നാൽ ഇതെല്ലാം ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. थर्सडे को जॉब छोड़ा വ്യാഴാഴ്ച ജോലി വിട്ടു. और संडे को हम साथ में फुल टाइम मिनिस्ट्री में आ गए. സൺഡേയിൽ ഞങ്ങൾ ഒന്നിച്ച് ഫുൾ ടൈം മിനിസ്ട്രിയിൽ. और आई बिगेन 33 on Sunday. ഹല്ലേലൂയ. 33 और संडे में हो गया 33 का. 33 വയസ്സ് സൺഡേയിലാണ് പൂർത്തീകരിച്ചത്. और आज फर्स्ट संडे है मेरा in another church. ഇന്ന് മറ്റൊരു സഭയില് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ശുശ്രൂഷിക്കുന്ന ആദ്യത്തെ സൺഡേയാണ്. In this age I'm very happy. 33 വയസ്സിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. विजन का फर्स्ट चर्च आज है. विजन का എന്റെ വിഷനിലെ ആദ്യത്തെ സഭ ഇതാണ്. इसलिए मैं बहुत खुश हूँ. ഇതുകൊണ്ട് ഞാൻ ഒത്തിരി उसमें സന്തോഷം. एक और कारण है. ഒരു കാരണം കൂടെ ഉണ്ട്. हम हमेशा बोलते हैं ये बात. हम हमेशा ये बात बोलते हैं. आज मैं जहाँ पर भी हूँ, ഞാൻ എവിടെയാണെങ്കിലും उसका एक कारण प्रभु का पास्टर फिन्नी है. അതിന്റെ ഒരു കാരണം ഫിനി പാസ്റ്ററാണ്. ये एक मेन कारण है. ഒരു പ്രധാനപ്പെട്ട കാരണം. बॉम्बे में भी आने का मेन कारण पास्टर फिन्नी है. ഞാൻ ബോംബെ വരാനും പ്രധാന കാരണം പാസ്റ്റർ ഫിന്നിയാണ്. तो मैं हमेशा सोचता रहता हूँ कैसे कैसे क्या हुआ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്. I make a map of everything. एक मैप बनाता हूँ मैं हमेशा. ഞാൻ ഇങ്ങനെ ഒരു മാപ്പ് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. तो when I see all things happening, जॉन रिवर के घर में गया, I went to कल जो मीटिंग में सब देखता हूँ, तो ഞാൻ പല സ്ഥലങ്ങളിൽ പോയ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ स्टार्टिंग पॉइंट पास्टर फिन्नी है. സ്റ്റാർട്ടിംഗ് പോയിന്റ് പാസ്റ്റർ ഫിന്നിയാണ്. मैं जो कल जहाँ पर भी आया, ഞാൻ എവിടെ പോയാലും, कल मैं जहाँ पे मीटिंग के लिए गया था, ഇന്നലെ മീറ്റിംഗിന് പോയെടുത്തും वहाँ भी पास्टर फिन्नी का उसका कारण है. ഫിനി പാസ്റ്റർ ത്രൂ ആണ് അതും. क्योंकि फिन्नी पास्टर के द्वारा एक कनेक्शन आया, ഫിനി പാസ്റ്റർ ത്രൂ ഒരു കണക്ഷൻ വന്നു, वहाँ से एक कनेक्शन आया, അവിടുന്ന് ഒരു കണക്ഷൻ വന്നു. घूम फिर के मैं कल यहाँ पे आया था. ഇന്നലെ അങ്ങനെയാണ് ഞാൻ അവിടെ വന്നത്. तो wherever I look, ഞാൻ എവിടെ പോയാലും आजादी, मेरे में आजादी हुआ. എന്റെ ജീവിതത്തിൽ ഒരു ആസാദി തരുവാൻ ഇടയെത്തുന്നു. I'm very happy. ദൈവത്തിന് സ്തോത്രം ചെയ്യും. So we always thank this for this church. Thank God for this church. ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. We are always praying for the church. ഈ ചർച്ചിന് വേണ്ടി ഞങ്ങൾ ധാരാളമായി क्योंकि हमारे लाइफ टाइम I'll be always grateful for this church. मैं हमेशा धन्यवाद रहूंगा इस चर्च के लिए. ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. हमें पास्टर बहुत हमसे प्यार करते हैं. Praise the Lord. Hallelujah. वो आपको मालूम नहीं, आप लोग यहाँ पे यू सी एवरी संडे, आप लोगों को देखते हैं ना संडे को, എല്ലാ സൺഡേയിലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. तो आपको उतना मालूम नहीं है. നിങ്ങൾക്ക് അത് അറിയത്തില്ലായിരിക്കാം. When you go to any other place in Kerala या किसी और कंट्री में आप जाते हैं, तो മറ്റേത് സ്ഥലത്ത് പാസ്റ്റർ പോയാലും तो लोग पूछते हैं, अच्छा पास्टर फिन्नी को आप मिले थे क्या? ആളുകൾ ചോദിക്കും, പാസ്റ്റർ ഫിന്നിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? आप उनसे मिले थे क्या? നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? हम बोलते हैं तो मेरे बहुत करीब दोस्त है, ऐसा बोलते हैं. ഞാൻ പറയും എന്റെ അടുത്ത സുഹൃത്താന്ന് പറയും. तो बोलते हैं आपके बहुत करीब दोस्त है. നീ അടുത്ത സുഹൃത്താണോ എന്ന് ചോദിക്കും. तो पास्टर बहुत, प्रभु ने उनको बहुत आशीष दिए हैं. ദേവദാസന് ദൈവത്തിന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. I pray for the church. ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. जो चर्च के मैं प्रार्थना करता हूँ अपने लिए, मेरे चर्च के लिए प्रार्थना करता हूँ. What I pray for my church, എന്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ कि 10 लाख लोग आना है चर्च में. 10 ലക്ഷം പേര് സഭയിൽ വരണമെന്നാ പ്രാർത്ഥിക്കും. वो सेम प्रार्थना मेरा बस इस चर्च के लिए ही है. ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും. और I don't pray for any other church. ഹല്ലേലൂയ. क्यों? इसमें कारण है, അതിനൊരു കാരണമുണ്ട്. क्योंकि बाकी सारे चर्चों में एक प्रॉब्लम है.
എല്ലാ മറ്റ് പല സഭകൾക്കും ഒരു പ്രോബ്ലം ഉണ്ട്. उनके डॉक्टर में हल्का प्रॉब्लम है. ഡോക്ടറിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. कुछ लोग प्रॉस्पेरिटी के पीछे है, ചിലര് പ്രോസ്പെരിറ്റിയുടെ പുറകെയാണ്, कुछ लोग मिरेकल्स के ही पीछे है. ചിലർ അത്ഭുതങ്ങൾക്ക് പുറകിലാണ്. लेकिन ये चर्च बैलेंस्ड है. എന്നാൽ ഈ സഭ ബാലൻസ്ഡ് ആണ്. इसलिए pray for this church. അതുകൊണ്ട് ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. जो हमको होना है उससे अधिक यहाँ पे होना है, ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നതിലും അധികമായി ഇവിടെ കിട്ടട്ടെ. क्योंकि you deserve it. നിങ്ങൾക്ക് അതിനുള്ള അർഹത. मेरा प्रार्थना इस बॉम्बे टाउन में എന്റെ പ്രാർത്ഥന മുംബൈ പട്ടണത്തിൽ 10 लाख लोगों का एक चर्च यहाँ पे होना है. 10 ലക്ഷം പേരുടെ ഒരു സഭ ഇവിടെ ഉണ്ടാകട്ടെ. आप विश्वास करते हैं? നിങ്ങൾ വിശ്വസിക്കുന്നോ? विश्वास करते हैं? വിശ്വസിക്കുന്നു. ये बहुत सिंपल चीज है प्रभु के लिए. വളരെ ചെറിയ കാര്യമാണ്. हम प्रार्थना करते हैं 5000 के लिए. നമ്മൾ 5000 പേർക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുക. अरे कितने बड़े मूर्ख हो तुम लोग, ഹല്ലേലൂയ. कितने बड़े मूर्ख हो तुम നിങ്ങൾ लोग. എത്ര വലിയ മണ്ടന്മാരാണ്. 5000 के लिए प्रार्थना कर रहे हो. 5000 വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. प्रार्थना करो 10 लाख के लिए. 10 ലക്ഷത്തിന് പ്രാർത്ഥിക്കുക. होगा? നിശ്ചയമായിട്ടും പക്കാ होगा. पक्का पक्का होगा. ഹല്ലേലൂയ. ये मेरा विश्वास है. ഇതെന്റെ വിശ്വാസം. नहीं होगा? पक्का होगा. हालेलुया. Praise the Lord. I want to thank the church and pastor. May God bless you. Praise the Lord. Thank you, Pastor. Thank you for the blessed message. आशीषित उस वचन के लिए मैं प्रभु को धन्यवाद देना चाहता हूँ. 2 मिनट और बैठ जाइए. पास्टर और एक मिनट रुको. सब लोग बैठ जाइए. എല്ലാവരും ഇരുന്നാട്ടെ. मैं कुछ बात बीच में बोलने के लिए भूल गया. ഞാനൊരു കാര്യം ഇടയ്ക്ക് പറയുവാൻ മറന്നുപോയി. हम अपना कलीसिया पास्टर के लिए एक आशीष था. ഞങ്ങളുടെ ചർച്ച് പാസ്റ്റർ ഒരു നന്മയ്ക്ക് കാരണമായിരുന്നു. वैसे पास्टर आप भी अपना कलीसिया के लिए काफी बड़ा आशीष है. അത് ഞങ്ങളുടെ ചർച്ചിലും പാസ്റ്റർ വലിയ അനുഗ്രഹത്തിന്റെ കാരണമാണ്. बनारस से वाराणसी से आपका थ्रू एक फैमिली इस कलीसिया में आया. ആമേൻ ആമേൻ. ബനാറസിൽ നിന്ന് പാസ്റ്ററിന്റെ കെയർ ഓഫിൽ ഒരു ഫാമിലി ചർച്ചിൽ വന്നു. आज उस फुल फैमिली अपना कलीसिया में. ഇന്ന് ആ ഫുൾ ഫാമിലി ഞങ്ങളുടെ ചർച്ചിലുണ്ട്. मैं आर्यन पंकज भाई और वाइफ का बारे में बोल. रिएक्शन खड़ा हो जाइए. So you ever met them? No, never. आर्यन पंकज भाई और वाइफ अपने बीच में. വൈഫ് നമ്മുടെ മധ്യത്തിലുണ്ട്. बनारस में पास्टर जिस कलीसिया में था उसका थ्रू पास्टर ने मुझे नंबर दे कि इस परिवार इस कलीसिया में. ആമേൻ ആമേൻ. ബനാറസിൽ പാസ്റ്റർ ആയിരുന്ന ആ ചർച്ചിലെ പാസ്റ്ററിന്റെ കെയർ ഓഫിലാണ് അവരുടെ കടന്നു क्यों വരാൻ खड़ा होने के लिए कहा मैंने? ഞാൻ എന്തുകൊണ്ട് എണീപ്പിച്ച് നിർത്തിയത്? Because हमें जानते हैं पिछले 2 साल കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് आर्यन अपने आगे खड़ा है. ആര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. कैंसर का बीमारी से लड़ रहा था. ക്യാൻസറിന്റെ രോഗമായി അവൻ आर्यन ഭാരപ്പെടുകയായിരുന്നു. कंप्लीट हीलिंग के साथ में वापस बॉम्बे ആര്യൻ आ गया. കംപ്ലീറ്റ് ഹീലിംഗ് ആയിട്ട് മടങ്ങി വന്നിരിക്കുകയാണ്. कंप्लीट हीलिंग. ഒരു പൂർണ്ണ സൗഖ്യം. प्रभु को धन्यवाद दे दीजिए. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. यीशु जैसा कोई नहीं है. എന്റെ യേശുവിനെ പോലെ വേറെ ആരുമില്ല. पास्टर का द्वारा इस कलीसिया में ये लोग आया लेकिन शायद आप दोनों मिला नहीं ना. इसलिए मैंने सोचा आप जरा इंट्रोड्यूस करके जाएगा. ആമേൻ ആമേൻ. प्रभु कितना महान है. ദൈവം हम വലിയവനാണ്. आशीर्वाद प्रार्थना करने के बाद में भी आप लोग आके पास्टर से प्रार्थना ले लीजिए. നമ്മൾ അനുഗ്രഹം ആശീർവാദത്തിന് ശേഷവും आज പ്രാർത്ഥിച്ചതിന് समय ശേഷം का कमी നിങ്ങൾ के വന്ന് कारण से पूरा പ്രാർത്ഥിച്ചാട്ടെ. मैं खाना प्रभु इसलिए कैंसिल किया क्योंकि पास्टर जी आया है. फिर खाना प्रभु के लिए जाएगा तो फिर और अपना समय नष्ट हो जाएगा. आफ्टर द बेनेडिक्शन जब द choir will pack everything, कीप प्रेइंग. आप प्रार्थना करके करके जल्दी निकल जाओ क्योंकि अगले सेशन इधर जल्दी होने वाला है. काफी बातों बोलने के लिए मेरे मन के अंदर है पास्टर जी. अनदर थिंग, you know, one servant of God, और देवदास दास ने मुझे एक बार मिला. वो इवेंजलाइजेशन के बारे में बहुत स्टडी किया परमेश्वर का दास. ആ ദേവദാസൻ ഇവാഞ്ചലൈസേഷനെ പറ്റി ഒരുപാട് പഠനം ചെയ്ത PhD about the evangelization of India. ഇവാഞ്ചലൈസേഷനിൽ PhD എടുത്ത ഒരു വ്യക്തിയായിരുന്നു. उन्होंने उनका ऑफिस में मुझे बुलाया. ഓഫീസിൽ എന്നെ വിളിച്ചു. And उन्होंने मुझे कहा पास्टर फिनी what is your mission goal? എന്നോട് വിളിച്ചു ചോദിച്ചു പാസ്റ്റർ ഫിനി എന്താണ് നിങ്ങളുടെ മിഷൻ Then ഗോൾ I told എന്ന്. him, ഞാൻ ആ വ്യക്തിയോട് I want പറഞ്ഞു to personally touch 1 lakh souls. ഞാൻ പേഴ്സണലി 1 lakh സോൾസിനെ ടച്ച് ചെയ്യാൻ मैं 1 ആഗ്രഹിക്കുന്നു. lakh souls को reach out करना नहीं चाहिए. I want to personally church, individually church 1 lakh souls. ഞാൻ 1 lakh സോൾസിനെ ടച്ച് ചെയ്യുവാൻ ഇൻഡിവിജ്വലി അവരെ So we ആഗ്രഹിക്കുന്നു. are praying for a personal connection with 1 lakh souls. ഞാൻ 1 lakh സോൾസ് പേഴ്സണൽ കണക്ഷൻസിന് വേണ്ടി So we received, പ്രാർത്ഥിക്കുകയായിരുന്നു. Pastor, we need 1 lakh souls here in this city. പക്ഷെ ഞങ്ങൾ ഈ സിറ്റിയിൽ 1 million. I'm sorry, 1 million souls. 1 million. 1 souls. മില്യൺ സോൾസിന് വേണ്ടി. It may sound a big amount, big number. ഇത് നമുക്ക് വലിയൊരു നമ്പർ ആയിട്ട് 1 million തോന്നുമായിരിക്കാം. souls. I told that pastor, I want to personally touch 1 million souls. ഞാൻ വ്യക്തിപരമായി 1 മില്യൺ സോൾസിനെ ടച്ച് ചെയ്യാൻ Through ആഗ്രഹിക്കുന്നു. our channel, there may be
more than 1 million viewers may be there. ഇപ്പൊ നമ്മുടെ ചാനൽ മുഖാന്തരം 1 മില്യനെക്കാളും അധികം But I ആൾക്കാർ. want to personally touch 1 million souls. പക്ഷെ ഞാൻ പേഴ്സണലി 1 മില്യൺ സോൾസ് ടച്ച് ചെയ്യാൻ I was giving ആഗ്രഹിക്കുന്നു. message in a pastoral conference. ഞാനൊരു പാസ്റ്ററൽ കോൺഫറൻസിൽ മെസ്സേജ് കൊടുത്തോണ്ടിരുന്നപ്പോൾ All of a sudden, പെട്ടെന്ന് God gave a prophecy to a pastor there. കർത്താവ് അടുത്തൊരു ദേവദാസന് ഒരു പ്രൊഫസി God ചെയ്തു. told me, ദേവൻ എന്നോട് പറഞ്ഞു, Pastor, you are going to be a blessing for billions. പാസ്റ്റർ നിങ്ങൾ ബില്യൺസിന് അനുഗ്രഹമാകാൻ പോകുകയാണ്. Not millions. മില്യൺസ് അല്ല, Billions. ബില്യൺസ്. Is it possible, Pastor? അത് സാധിക്കുമോ? Billions. ബില്യൺസ്. I said, Pastor, you are going to become a blessing for billions. ഞാൻ പാസ്റ്റർ നിങ്ങൾ ബില്യൺസിന് After അനുഗ്രഹത്തിന് giving കാരണമാകാൻ that പോകുക. message, ഞാൻ ആ മെസ്സേജ് I കൊടുത്തതിന് myself started to ശേഷം doubt. मैंने खुद वो गिनने लगा, I thought, God, is it right? Billions or millions? क्या परमेश्वर मिलियंस है या बिलियंस? If I say millions, it is possible. अगर मैंने कहा होता मिलियंस तो शायद वो संभव होता, Billions, is it possible? लेकिन बिलियंस क्या ये संभव है? Oh, मैंने क्या गलती किया क्या? मैंने ഞാൻ തെറ്റ് എന്തെങ്കിലും गलत പറഞ്ഞു? शब्द उपयोग किया क्या? ഞാൻ തെറ്റായി എന്തെങ്കിലും Billion പറഞ്ഞു? बोलना चाहिए था, million बोलना चाहिए था. ബില്യൺ പറയണമായിരുന്നോ അതോ മില്യൺ എന്ന് After the meeting, പറയണമായിരുന്നോ? that pastor came to me. ആ മീറ്റിംഗിന് ശേഷം ആ പാസ്റ്ററിന്റെ And he അടുത്ത് asked me കടന്നു a വന്നു. എന്നൊരു കാര്യം ചോദിച്ചു, Did you said billions? പാസ്റ്റർ നിങ്ങൾ ബില്യൺസ് എന്നാണോ क्या പറഞ്ഞത്? आपने billion बोला, million बोला? നിങ്ങൾ മില്യൺ എന്നാണോ मैंने ബില്യൺ बोला, എന്നാണോ? pastor जी, मैं billion बोला. मैंने कहा कि मैंने बिलियन പറഞ്ഞു. लेकिन मुझे जानते नहीं ये वो कैसे होने वाला है. പക്ഷെ എനിക്ക് അതിലത് എങ്ങനെ उन्होंने बोला സംഭവിക്കും? शायद परमेश्वर ने million बोला होगा. ചിലപ്പം ദൈവം മില്യൺസ് എന്നായിരിക്കും I പറഞ്ഞത്. came back to my home. ഞാൻ തിരിച്ച് എന്റെ मैं വീട്ടിൽ വന്നു. प्रार्थना किया, प्रभु गलती हो गया क्या? ഞാൻ പ്രാർത്ഥന തുടങ്ങി, കർത്താവേ തെറ്റ് मैं गलत സംഭവിച്ചു, भविष्यवाणी दिया क्या? ഞാൻ തെറ്റ് പ്രൊഫസൈ million ചെയ്തു, बोलना चाहिए था. മില്യൺ प्रभु ने പറയണമായിരുന്നു. मुझे सिर पे टोक के कहा, കർത്താവ് തലയിൽ കൊട്ടിയിട്ട് പറഞ്ഞു, आपका देश में कितना लोग हैं? നിന്റെ ദേശത്തിൽ എത്ര ജനങ്ങളുണ്ട്? 1.5 billion. 1.5 ബില്യൺ. If you become a blessing for only India, നീ ഇന്ത്യയിൽ മാത്രം ഒരു അനുഗ്രഹത്തിന്റെ കാരണമായാലും 1.5 billion लोगों के लिए आपका आशीष बनने वाला है. 1.5 ബില്യൺ ജനങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി. अब जब आप इंडिया के लिए 1.5 बिलियन के लिए आशीष बनेगा, നിങ്ങൾ ഇന്ത്യയിൽ വരും 1.5 ബില്യൺ അനുഗ്രഹമായി बाहर का തീർന്നാൽ और 2 बिलियन लोगों के लिए आप आशीष बनने वाला ആമേൻ, है. മറ്റു ദേശങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ അനുഗ്രഹമായി So തീരും. कम से कम 3-4 बिलियन लोगों के लिए आशीष बनना आसान है. ആമേൻ, അതുകൊണ്ട് ഒരു 3-4 ബില്യൺ ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരുക അത് എളുപ്പമാണ്. So प्रभु ने मुझे कहा, അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു, भविष्यवाणी बताया, അവിടെ പോയി പ്രവചനം वो पास्टर പ്രവചിക്കുക. डाउट का कारण से स्वीकार किया नहीं. ആ പാസ്റ്റർ അവിശ്വാസം കാരണം So സ്വീകരിച്ചില്ല. still the mantle is flying upon ആമേൻ, you. ആമേൻ. പക്ഷേ ആ പുതപ്പ് നിങ്ങളുടെ മേൽ If you കിടക്കുന്നുണ്ട്. want to get it, stretch out your hand and catch that mantle. നിങ്ങൾക്കത് പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ നീട്ടി ആ So we പുതപ്പിനെ all have the പ്രാപിച്ച് chance to become a blessing. അത് നമുക്ക് എല്ലാവർക്കും If you can അനുഗ്രഹമാകാനുള്ള stretch chance out ഉണ്ട്. your hand and catch the mantle, നിങ്ങളെ കരങ്ങളെ ഉയർത്തി ആ പുതപ്പിനെ the ഒന്ന് mantle will rest upon you. ആ മാന്റിൽ നിങ്ങളുടെ മുകളിൽ വീഴുവാൻ ഇടയാകും. Pastor, so happy that you turned 33. पास्टर हम बहुत खुश हैं कि आप 33 when मैं जब 33 साल उम्र हो गया, പാസ്റ്റർ 33 मैं വയസ്സായിരുന്നപ്പോൾ परमेश्वर से थोड़ा कुटकुटा के बात की. ഞാൻ ദൈവത്തോട് ചെറിയ मैंने പുറവെറുത്തായിരുന്നു. कहा प्रभु मैं 33 साल हो गया है. എന്റെ കർത്താവേ 33 വയസ്സായി. ആ मैं സമയത്ത് कहा आपको जानते हैं ഞാൻ പറഞ്ഞു 33वां साल में आपका क्रूसीकरण हो गया. 33ാമത്തെ വയസ്സിൽ നീ So you ക്രൂശീകരിക്കപ്പെട്ടു. accomplished everything in 33 years. 33ാമത്തെ വയസ്സിൽ യേശു കർത്താവ് എല്ലാം You അക്കംപ്ലിഷ് said ചെയ്തു. that everything is accomplished. आपने कहा कि सब कुछ पूरा हो गया, So I am starting in 33. लेकिन मेरे शुरुआत 33 में हो रही So है. इस साल 33 साल उम्र में ഈ 33ാമത്തെ വർഷത്തിൽ ഉപയോഗം करना है. എന്നെ ഉപയോഗിക്കണം. क्योंकि आपका क्रूसीकरण हो गया वर्ष से. കാരണം നിന്റെ This ക്രൂശീകരണം year should be the biggest വർഷമാണ്. breakthrough of my life, my ആമേൻ, ആമേൻ. ministry. ഇതെന്റെ ലൈഫിലെ ഏറ്റവും So വലിയ some ഒരു years ബ്രേക്ക് ago, ത്രൂ when I was 33, I prayed, Lord, let this year be the best year of my ministry. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വർഷം എന്റെ മിനിസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ഇയർ ആയി I call മാറട്ടെ. the same blessing upon my dear, आमीन, hallelujah, आमीन, Pastor आमीन, आमीन. Jeffin. हम पास्टर जेफिन के लिए भी Let वही this वादा, year be the best year of his ministry. ये साल आमीन. उनकी सेवा का सबसे उत्तम साल होने Oh, पाए. we call that blessing. हम उस आशीष को बुलाकर Lord, प्रार्थना Lord, we करते हैं. believe and we utter a word of faith that he is not going to become a blessing for millions, but he is going to become a blessing of billions, आमीन, Lord. आमीन. हम Amen, विश्वास amen. करते Let the Hallelujah, mantle amen. rest upon him, Lord. Amen. Oh, Shakana, Ramshal Kamana. Those who wait upon God, those who wait upon Lord, they will renew their strength and they will soar up like eagles. In the mighty name of Jesus, let him be, hallelujah, strengthened and soar up like eagle, Lord. കഴുകനെ പോലെ ചിറകടിച്ചുയരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. Thank you for hearing our prayer. हाथ उठाकर प्रभु को धन्यवाद दीजिए. Amen. Amen. Hallelujah. Hallelujah. I don't want to, मैं
बंद नहीं करना चाहता। ഞാൻ ഇവിടെ നിർത്തുവാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. दिन प्रभु ने दिया, ഇത്ര നന്മകൾ ദൈവം നമുക്ക് തന്നു. टाइम रेस्ट्रिक्शन, പക്ഷേ ടൈം जल्दी റെസ്ട്രിക്ഷൻ हमें खाली करना पड़ेगा। നമുക്ക് പെട്ടെന്ന് സമയം close your എടുക്കണം. eyes. കണ്ണുകളെ അടയ്ക്കാം. Going to pray together. हम साथ में प्रार्थना करने के लिए जा रहे हैं। ഒരുമിച്ച് പ്രാർത്ഥിക്കാം. परमेश्वर का आत्मा का बहुत बड़ा कार्य होने दीजिए। ദൈവാത്മാവിന്റെ വലിയ जल्दी കാര്യം जाइए, हालेलुया प्रार्थना करके हम इस सेशन को वाइंड अप करेगा। परमेश्वर के दास के लिए प्रत्येक रूप में हम प्रार्थना। थैंक यू पास्टर, आपका आशीष सेवकाई के लिए स्पेशली वी विल बी प्रेइंग इन द कमिंग इयर्स। प्रभु आपको बहुत सामर्थ्य के साथ में उपयोग करेगा। हालेलुया, प्रेज लॉर्ड, हालेलुया। धन्यवाद 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 स्वर्गीय पिता, आज आपने बड़ा कार्य हमारे बीच में किया, इसलिए धन्यवाद करता है प्रभु जी। आपका दास को यहाँ पर लेके आ रहा है प्रभु, आपके हालेलुया नाम की महिमा होने के लिए प्रभु, हालेलुया हम सभी को ग्रेस आप पहुँचाए, इसलिए धन्यवाद करता है प्रभु जी। हालेलुया, आपके दासों को इस्तेमाल कर रहा और भी प्रभु इस जगह से प्रभु बहुत आशीष से भर दीजिए प्रभु जी। यहाँ पर आए हुए सभी लोगों को आपने आशीष किया, लोगों को चंगाई दिया, सांत्वना दिया, इसलिए धन्यवाद करता है। और हमारे पास्टर जी को, परिवार को, सभी को आपके हाथों में सौंपता है। प्रार्थना प्रभु जी हम मांगता है, हमारे उद्धार करता प्रभु यीशु मसीह के पवित्र नाम से मांगता है, आमीन। आमीन। आशीर्वाद प्रार्थना के लिए हाथों को स्वर्ग की ओर बढ़ाइए। अनुग्रहकारी प्रभु, आशीष का सोता है तू, हम पर दया कर प्रभु, आत्मा से भर दो हमें। अनुग्रहकारी प्रभु, आशीष का स्रोता है तू, हम पर दया कर प्रभु, हम पर दया कर प्रभु, आत्मा से भर दो हमें। कृपा से आत्मा से भर दो प्रभु हमको, दिन प्रतिदिन अपने आगमन तक संभालो पंखों तले। दिन प्रतिदिन अपने आगमन तक संभालो पंखों तले। पिता और पुत्र पवित्र आत्मा का संस्कार और सहायता आज से जिंदगी के आखिरी क्षण तक हमेशा हम सबके साथ में होते रहेंगे। आमेन आमेन आमेन। बोलो प्रभु यीशु मसीह की जय। हालेलुया 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 हालेलुया।